നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്ന ഒരു സബ്ജക്ട് എന്ന് പറയുന്നത് നെഗോഷിയേഷൻ ആണ്. നമ്മൾ ബാർഗെയിനിങ് എന്നുള്ള വാക്ക് നമ്മൾ പലപ്പോഴും കേൾക്കാറും ഉപയോഗിക്കാറൊക്കെ ഉണ്ട്. മലയാളത്തില് ബാർഗെയിനിങ് എന്ന് പറഞ്ഞാല് വിലപേശല് എന്നുള്ളതാണ് അതിന്റെ ഒരു അർത്ഥം വരുന്നത്. അപ്പൊ വിലപേശല് എന്നുള്ള വാക്ക് നമ്മളെ സുപരിചിതമാണ് നമുക്ക്. പക്ഷെ നമുക്ക് നെഗോഷിയേഷൻ എന്നുള്ളതിന് ഒരു മലയാള പദം എന്തില്ല, പറയാനുള്ളതില്ല. സത്യത്തിൽ നമ്മൾ അങ്ങനെ ആ ഒരു പ്രോസസ്സ് നമ്മളൊരു ബാർഗൈനിങ് ചെയ്യാറുണ്ടെങ്കിലും നെഗോഷിയേഷൻ നമ്മൾ വേണ്ട രീതിയിൽ ചെയ്യാത്തത് കൊണ്ട് തന്നെ അതിലെന്താണ് ഒരു മലയാളത്തിലുള്ള ഒരു പദമോ അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ അങ്ങനെ ഉപയോഗിച്ചിട്ട് കാണാറില്ല. നമ്മൾ പിന്നെയും നമ്മൾ ദുബായിലൊക്കെ അല്ലെങ്കിൽ യു എയിലേക്ക് മാറി നമ്മൾ ആ ബിസിനസ് ലോകത്ത് എത്തുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ നെഗോഷിയേഷൻ എന്നുള്ള ഒരു പദത്തിലേക്ക് എത്തുന്നത്. എല്ലാവർക്കും ഒരു തെറ്റായ ധാരണ ഉള്ളത് നെഗോഷിയേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തോ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുകൂടുന്ന, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആർഗ്യൂ ചെയ്യുന്ന, അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്യുന്ന എന്തോ ഒരു മോശം പരിപാടി എന്നുള്ള നിലയിലാണ് നമ്മൾ പലപ്പോഴും നെഗോഷിയേഷനെ കാണാറുള്ളത്, ഒരു ബിസിനസ് നെഗോഷിയേഷനെ കാണാറുള്ളത്. സത്യത്തിൽ നെഗോഷിയേഷൻ എന്ന് പറയുന്നത് നമ്മളൊരു മ്യൂച്വൽ അഗ്രിമെന്റിലേക്ക് എത്തുന്ന ഒരു പ്രോസസ്സിനെയാണ്. രണ്ട് പാർട്ടികളും അവർക്ക് വിജയിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ അവർക്ക് ഉപകാരപ്രദമാകുന്ന ആ ഒരു മ്യൂച്വൽ പോയിന്റ് ഉണ്ടാവുമല്ലോ, അതിലേക്ക് എത്തുന്ന, അത് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്ത് ഡിബേറ്റ് ചെയ്ത് കാര്യങ്ങളെ കൂടുതൽ തുറന്നു സംസാരിച്ച് എത്തുന്ന ആ പ്രോസസ്സിനെയാണ് നമ്മൾ നെഗോഷിയേഷൻ എന്ന് പറയാറുള്ളത്. ഈ നെഗോഷിയേഷൻ ജീവിതത്തിൽ ഭയങ്കരമായ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. നമ്മൾ എല്ലാ ദിവസവും ഉപയോഗിക്കുന്ന, അല്ലെങ്കിൽ ജീവിതത്തിലെ ഏത് ഘട്ടങ്ങളിലും ഏത് സ്റ്റേജിലും നമുക്ക് ഉപയോഗിക്കേണ്ടി വരുന്ന ഒരു കാര്യമാണ് ഈ നെഗോഷിയേഷൻ എന്ന് പറയുന്നത്. നെഗോഷിയേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തോ ഒരു ഡിസ്കൗണ്ട് കൊടുക്കുന്ന പരിപാടി, അല്ലെങ്കിൽ എന്തോ നമ്മൾ സപ്ലയർ പറയുന്നത് അംഗീകരിക്കുന്ന പരിപാടി, അങ്ങനെ ഒന്നുമല്ല. നെഗോഷിയേഷൻ എന്ന് പറഞ്ഞാൽ വളരെ ഡീസന്റ് ആയിട്ട് പ്രൊഫഷണലി ആയിട്ട് നമ്മളും അവരും തമ്മിൽ ഏർപ്പെടുന്ന ഒരു മ്യൂച്വൽ കരാറിനെയാണ് നമ്മൾ നെഗോഷിയേഷൻ എന്ന് പറയുന്നത്. നെഗോഷിയേഷൻ പലപ്പോഴും നമ്മൾ എന്തോ ഒരു കാണാതെ പഠിച്ച് എന്തോ ഒരു ട്രെയിനിങ് അറ്റൻഡ് ചെയ്താൽ കിട്ടുന്ന ഒരു കാര്യം പോലെയല്ല. അത് ഒരു ആർട്ടാണ്. നമ്മളായി നമ്മുടെ ബിസിനസിനെ കുറിച്ച് അറിയാം, നമ്മുടെ സപ്ലയേഴ്സിനെ കുറിച്ച് അറിയാം, നമ്മൾ നെഗോഷിയേറ്റ് ചെയ്യേണ്ട ആളുകളെ കുറിച്ച് അറിയാം. ഈ നെഗോഷിയേഷൻ എന്ന് പറഞ്ഞാൽ പലപ്പോഴും നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ ചിലപ്പോൾ നമുക്ക് വേണ്ടി വരും. ഭാര്യയുമായിട്ട് നെഗോഷിയേറ്റ് ചെയ്യേണ്ടി വരും പല കാര്യങ്ങളിൽ, മക്കളുമായിട്ട് നെഗോഷിയേറ്റ് ചെയ്യേണ്ടി വരും പല കാര്യങ്ങളിൽ, പാരൻസുമായിട്ട് നെഗോഷിയേറ്റ് ചെയ്യേണ്ടി വരും പല കാര്യങ്ങളിൽ, അയൽവാസികളുമായിട്ട് നെഗോഷിയേറ്റ് ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ നമ്മൾ ഗവൺമെന്റ് സംവിധാനങ്ങളുമായിട്ട്, ഓഫീസേഴ്സുമായിട്ട്, സുഹൃത്തുക്കളുമായിട്ട് ഒക്കെ ജീവിതത്തിന്റെ എല്ലാ തുറകളിലും നമുക്ക് എന്ത് വേണ്ടി വരും, നെഗോഷിയേഷൻ എന്ന് പറയുന്ന ആ പ്രോസസ്സിലൂടെ നമ്മൾ കടന്നു പോയിട്ടുണ്ടാവും. സ്റ്റാഫുകളായിട്ട് ഭയങ്കരമായിട്ട് നമുക്ക് പലപ്പോഴും നെഗോഷിയേറ്റ് ചെയ്യേണ്ടി വരും. ഓരോ സ്റ്റാഫിനെയും ഓരോ രീതിയിൽ നമുക്ക് നെഗോഷിയേറ്റ് ചെയ്യേണ്ട സിറ്റുവേഷൻ വരും. അപ്പൊ അത് എന്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, ഒരു കാണാപ്പാഠം പഠിച്ച് ഒരു തിയറി പ്രോസസ് അല്ല, അത് മോർ ഓൺ ഒരു പ്രാക്ടിക്കൽ പ്രോസസ്സാണ്. അതിന് ഇന്ന രീതിയെ ശരി അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാവൂ, അങ്ങനെ കോമൺ റൂളുകളൊന്നുമില്ല. ഓരോരുത്തർക്കും അവർക്ക് ഫിറ്റ് ആവുന്ന രീതിയിൽ, അവരുടെ സാഹചര്യങ്ങളോട് യോജിക്കുന്ന രീതിയിൽ അവർക്ക് എന്താണോ അതിൽ നിന്ന് കിട്ടേണ്ടത്, ആ കൺക്ലൂഷൻ ഉണ്ടാവില്ല. നമുക്കൊരു ഡീലിൽ നമ്മൾ ഏർപ്പെടുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു കൺക്ലൂഷൻ ഉണ്ടല്ലോ, ആ കൺക്ലൂഷനിലേക്ക് എത്താവുന്ന എന്ത് ടെക്നിക്കും നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണ്, ആ നെഗോഷിയേഷന്റെ ഒരു പ്രോസസ്സാണ്. നെഗോഷിയേഷൻ എന്ന് പറഞ്ഞ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾക്ക് കിട്ടേണ്ട ഒരു കാര്യം ഉണ്ടാവും, നമ്മൾ അർഹിക്കുന്ന ഒരു കാര്യം നമുക്ക് കിട്ടാറില്ല, അൺലെസ് നമ്മൾ അതിനെ നെഗോഷിയേറ്റ് ചെയ്യാതെ കിട്ടാറില്ല. അതിന്റെ ഒരു സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, യു ഗെറ്റ് വാട്ട് യു നെഗോഷിയേറ്റ് എന്നുള്ളതാണ്. നമ്മൾ നെഗോഷിയേറ്റ് ചെയ്തതാണ് പലപ്പോഴും നമുക്ക് കിട്ടാറുള്ളത്. നമ്മൾ നാട്ടിലൊക്കെ പറയാറുണ്ടല്ലോ, കരയുന്ന കുട്ടിക്ക് പാലുള്ളൂ എന്നൊക്കെ പറയുന്ന പോലെ നമ്മൾ നെഗോഷിയേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് പല പല കാര്യങ്ങളും കിട്ടാറുള്ളത്. അതുപോലെ തന്നെ ഇപ്പൊ നെഗോഷിയേഷനിൽ കിട്ടുന്ന ചില ഒരു ഗുണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾ ഇപ്പൊ ഒരു എന്താ പറയാ, ഒരു 100 ദിറത്തിന് സെല് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്, നിങ്ങളുടെ കോസ്റ്റ് 70 ദിറാണ്. നിങ്ങൾക്ക് അവിടെ മാർജിൻ കിട്ടണം എന്നുണ്ടെങ്കിൽ, ഒന്നും കൂടെ ഒരു എക്സ്ട്രാ മാർജിൻ വേണം എന്നുണ്ടെങ്കിൽ, നമുക്ക് ഇനിയും അവിടുന്ന് റീറ്റെയിൽ പ്രൈസ് കൂട്ടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇമ്പോസിബിൾ ആയിരിക്കും. ചിലപ്പോൾ മാർക്കറ്റിലെ കുറെ കാര്യങ്ങൾ നോക്കിയിട്ടേ നമുക്ക് ആ റീറ്റെയിൽ പ്രൈസ് കൂട്ടാൻ പറ്റുള്ളൂ. എന്നിട്ട് ഒരു 5% മാർജിൻ കിട്ടണം എന്നുണ്ടെങ്കിൽ റീറ്റെയിലിൽ കളിക്കുക എന്ന് പറഞ്ഞാൽ അത് ഇമ്പോസിബിൾ ആയിരിക്കും. അത് നിങ്ങളുടെ സെയിൽസ്മാൻമാരെ എഫക്ട് ചെയ്യും, എതിർക്കും, നിങ്ങളുടെ സ്റ്റാഫ് എതിർക്കും, നിങ്ങളുടെ ബാക്കിയുള്ള മാനേജ്മെന്റ് എതിർക്കും, എല്ലാവരും അതിനെ ഭയങ്കരമായിട്ട് എതിർക്കും. അതേസമയം നമ്മൾ നെഗോഷിയേറ്റ് ചെയ്ത് നമ്മുടെ സപ്ലയർ ആരാന്ന് നോക്കി, വെൻഡറെ മാറ്റി അവരായിട്ട് ഒരു പ്രോപ്പർ കോൺട്രാക്ട് ഉണ്ടാക്കി, ഒരു ആണൽ കോൺട്രാക്ട് ഉണ്ടാക്കി, നമുക്ക് അവിടെ ഒരു 5% ആ ഒരു 70 ദിറത്തിന്
1000 കോസ്റ്റിന് മേടിക്കുന്ന ഒരു സാധനത്തെ നമുക്ക് ഒന്നും കൂടെ കുറക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ, ഒരു 10% ഡിസ്കൗണ്ട്, ഒരു 10% റിബേറ്റിലേക്ക് നമുക്ക് എത്തിക്കാൻ പറ്റുകയാണെങ്കിൽ സഡൻലി നമ്മുടെ പ്രോഫിറ്റ് ഒരു 37%ലേക്ക് ജമ്പ് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ അവിടെ നമുക്ക് എപ്പോഴും ഒരു റൂം ഒഴിഞ്ഞു കിടക്കും. നമ്മുടെ ബിസിനസ് എത്രയും ഗ്രോ ചെയ്യും തോറും നമുക്ക് ആ ഭാഗത്ത് ഒരു റൂം ഒഴിഞ്ഞു കിടക്കുന്നുണ്ടാവും. നമ്മൾ പലപ്പോഴും സെയിൽസിന്റെ അല്ലെങ്കിൽ മാർക്കറ്റിങ്ങിനെ കുറിച്ച് ബാക്കിയുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടാണ് ചിന്തിക്കാറ്. ഇവിടെ നമുക്ക് മാർജിൻ സംരക്ഷിക്കാൻ കഴിയുന്ന ഭയങ്കര ഒരു ഓപ്പർച്യൂണിറ്റി ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. അതിനെ നമ്മളെ പ്രാപ്തമാക്കുക എപ്പോഴും ഈ നെഗോഷിയേഷൻ സ്കില്ലുകളും നെഗോഷിയേഷൻ നോളജും നമ്മൾ ആ സപ്ലയേഴ്സിന്റെ അടുത്ത് കാണിക്കുന്ന ആ ഒരു നെഗോഷിയേഷനും ആയിരിക്കും. അതുപോലെ തന്നെ തുടക്കത്തിൽ ഒരു $1 മില്യൺ വരെയുള്ള ടേൺ ഓവർ എന്ന് പറയുന്നതാണ് ഒരു സ്റ്റേജ് 1 ഓഫ് ബിസിനസ്. ഈ സ്റ്റേജ് 1 ഓഫ് ബിസിനസ്സിൽ നെഗോഷിയേഷൻ പോലെ ഇമ്പോർട്ടന്റ് ആണ് എന്താണ് നമ്മൾ ബിസിനസ്സിനെ ക്ലോസ് ചെയ്യുക എന്നുള്ളതും. ഒരു സ്റ്റേജ് 1 ബിസിനസ്സിൽ എപ്പോഴും ഓണർ ആണെങ്കിലും സീനിയർ മാനേജ്മെന്റും ആണെങ്കിലും അവരൊക്കെ സെയിൽസിൽ ഇൻവോൾവ് ആയിരിക്കണം. അവർ സെയിൽസിൽ നിന്ന് മാറിയിട്ട് എന്ത് ചെയ്യരുത്, ഒരു പണിക്കും ഭയങ്കരമായിട്ട് ഒരു പ്രാധാന്യം, അല്ലെങ്കിൽ സെയിൽസിനെ വിട്ടൊഴിവാക്കിയിട്ട് ബാക്കിയുള്ള പണികൾക്ക് ഫുള്ളായിട്ട് ഫോക്കസ് ചെയ്യരുത്. എന്താ വെച്ചാൽ ഈ സ്റ്റേജ് 1 ഓഫ് ആ ബിസിനസ്സിൽ നിൽക്കുന്ന ആളെ സംബന്ധിച്ചിട്ട് എന്താണ് ഇമ്പോർട്ടന്റ്? സെയിലാണ് ഭയങ്കര ഇമ്പോർട്ടന്റ്. സെയിലാണ് അവരെ സർവൈവ് ചെയ്യാൻ പറ്റുന്നത്. ആ ഒരു സെർട്ടൻ സ്റ്റേജിലേക്ക് സെയിൽ എത്തിയാൽ മാത്രമേ എന്താവുള്ളൂ, പിന്നെ കമ്പനിയുടെ ഇതുണ്ടായിരിക്കുള്ളൂ. അപ്പൊ എപ്പോഴും അതിന്റെ ഓണേഴ്സും അതുമായി അതിന്റെ മാനേജ്മെന്റും ഈ സെയിൽസിലും കൂടെ ഈ സ്റ്റേജ് 1 ഇമ്പോർട്ടന്റ് ആവണം. അവിടെ ആ കസ്റ്റമറുമായിട്ടുള്ള ക്ലോസിങ് എങ്ങനെ, എത്രമാത്രം നിങ്ങൾക്ക് ക്ലോസ് ചെയ്യാൻ പറ്റുമോ, എത്രമാത്രം നിങ്ങൾക്ക് കസ്റ്റമർ എടുത്ത് സ്പീഡായിട്ട് ക്ലോസ് ചെയ്യാൻ പറ്റുമോ, അത്രമാത്രം നമ്മുടെ കമ്പനിയുടെ സ്റ്റെബിലിറ്റി കൂടും. അപ്പൊ ഒരു ഓണറിന്റെ ഒരു കഴിവ് എന്ന് പറയുന്നത് എപ്പോഴും ക്ലോസിംഗിലായിരിക്കും. ആ ക്ലോസിംഗ് കഴിഞ്ഞിട്ടാണ് പലപ്പോഴും നമുക്ക് എന്ത് വരാറുള്ളത്, നെഗോഷിയേഷൻ വരാറുള്ളത്. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ നമ്മൾ വല്ലാതെ നെഗോഷിയേഷനെക്കാരും പകരം നമ്മൾ ക്ലോസിംഗ് സ്കിൽ ഉണ്ടാക്കുക, അതുപോലെ നെഗോഷിയേഷൻ സ്കിൽ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഭയങ്കരമായിട്ട് നമുക്ക് വേണ്ട കാര്യം. പിന്നെ രണ്ടാമത്, എപ്പോഴും നമ്മൾ നല്ല രീതിയിൽ നെഗോഷിയേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്നതെന്ന് വെച്ചാൽ നമുക്ക് ആ ആള് അവര് നമ്മളെയും റെഫർ ചെയ്യും. അതൊരു റിലേഷൻഷിപ്പ് ആയിട്ട് വളരും. അവിടെ പുതിയ കസ്റ്റമർ ഉണ്ടാവും. അവരുടെ കീഴിൽ അല്ലെങ്കിൽ അവരുടെ റെഫറൻസിൽ വേറെയും ബിസിനസ് വരാനുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവും. ഒരു മ്യൂച്വൽ സപ്പോർട്ട് എന്ന് പറയുന്നത് എപ്പോഴും ഭയങ്കര ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യമാണ് നമ്മൾ നെഗോഷിയേഷനെ കുറിച്ചിട്ട് സംസാരിക്കുമ്പോൾ. പിന്നെ നെഗോഷിയേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറെ അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനം പറയാന്നുള്ളതിനപ്പുറത്തേക്ക് റൈറ്റ് ക്വസ്റ്റ്യൻസ് ചോദിക്കുക എന്നുള്ളതാണ്. ഒരു സപ്ലയർ ആയിട്ട് നമ്മൾ ഡീൽ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഒരു ഓഫറോ അല്ലെങ്കിൽ നമ്മുടെ പേയ്മെന്റിനെ കുറിച്ച് സംസാരിക്കുന്നതിന് പകരം അവരുടെ അടുത്ത് കൂടുതൽ സംസാരിച്ച് അവരുടെ അടുത്ത് നിന്ന് ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്തിട്ട് അവർക്ക് എന്തായിരിക്കും അവർക്ക് കൊടുത്താലായിരിക്കും നമുക്ക് ആ ഡീൽ കറക്റ്റ് ആയി കിട്ടുക എന്നുള്ള ആ ഒരു നോളജും അതിനെ കുറിച്ചിട്ടുള്ള റൈറ്റ് ക്വസ്റ്റ്യൻസും കൂടുതൽ നമ്മൾ നമ്മുടെ കാര്യങ്ങൾ പറയണേക്കാട്ടി ഉപരി അവരുടെ ബിസിനസ് കുറിച്ച് ചോദിക്കും. ഇപ്പൊ എങ്ങനെ പോകുന്നു, ലാസ്റ്റ് മന്ത് എങ്ങനെ ഉണ്ടായിരുന്നു, മറ്റു ലാസ്റ്റ് ഇയറിനെക്കാളും സംബന്ധിച്ചിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇൻഫോർമേഷൻ ഇടുമ്പോൾ ഇവൻ കുറച്ച് സെയിൽസ് പിറകെയാണ്, ഇവന്റെ ക്യാഷ് ഫ്ലോ പ്രശ്നമാണ്, ഇവനക്ക് റോ മെറ്റീരിയൽ കറക്റ്റ് ആയിട്ട് കിട്ടുന്നില്ല. അതൊക്കെ വെച്ചിട്ടായിരിക്കും നമ്മൾ ചിലപ്പോൾ എന്ത് ചെയ്യേണ്ടത്, നമ്മൾ പ്ലേ ചെയ്യേണ്ടത്. അപ്പോൾ ആ റൈറ്റ് ക്വസ്റ്റ്യൻസ് എത്ര നന്നായിട്ട് നമുക്ക് ചോദിക്കാൻ പറ്റുമോ അത്ര നമുക്ക് നെഗോഷിയേഷനിൽ നമുക്ക് വിൻ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ അവരുടെ പ്രശ്നം എന്താണ് എന്ന് അറിഞ്ഞിരിക്കല്, അവരുടെ റിയൽ പെയിൻ പോയിന്റ് എന്താണ്, നമ്മൾ കാണാത്തൊരു തലം ഏതൊരു ബിസിനസ്സിനും ഉണ്ടായിരിക്കും. അപ്പൊ അത് മനസ്സിലാക്കി എടുക്കാൻ പറ്റുക എന്നുള്ളതൊക്കെയാണ് ഈ നെഗോഷിയേഷനിൽ നമ്മളെ വിജയിക്കാൻ ഇതാവുന്ന ഒരു ഘടകങ്ങൾ എന്ന് പറയുന്നത്. പിന്നെ ഇവരുടെ അടുത്ത് നമ്മൾ കാണിക്കേണ്ടത് വെച്ചാൽ നമ്മൾ കൂടെ വർക്ക് ചെയ്യുകയാണെങ്കിൽ, നിങ്ങൾ നമ്മുടെ ഒരു വെൻഡറായിട്ട് വരികയാണെങ്കിൽ, നമ്മുടെ ഒരു പാർട്ണറായിട്ട് വരികയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഒരു സ്വപ്ന ലോകത്തെ കുറിച്ചിട്ടായിരിക്കണം നമ്മൾ അവരോട് സംസാരിക്കേണ്ടത്. അല്ലെങ്കിൽ അവർക്ക് വന്നു ചേരാൻ കിട്ടുന്ന സൗഭാഗ്യത്തെ കുറിച്ചിട്ടായിരിക്കണം നമ്മൾ അവരോട് സംസാരിക്കേണ്ടത്. അതല്ലാതെ നമ്മൾ 5 രൂപയുടെ 10 രൂപയുടെ കാര്യത്തെ കുറിച്ചിട്ട് നെഗോഷിയേറ്റ് ചെയ്ത് സംസാരിക്കലായിരിക്കില്ല. നിങ്ങളെപ്പോലെ ഒരാൾ, നിങ്ങളെപ്പോലെ കഴിവുള്ള കപ്പാസിറ്റി ഉള്ള ക്യാപ്പബിലിറ്റി ഉള്ള ഒരാൾ, ഞാനിപ്പോൾ ഗ്രോ ചെയ്യുന്ന ഒരു ബിസിനസ്സാണ്, എൻ്റെ ബിസിനസ് ലാസ്റ്റ് ഇയർ ഇത്ര ആയിരുന്നു, ഈ വർഷം ഞാൻ ഇത്രയാണ് എയിം ചെയ്യുന്നത്, 2030 ആകുമ്പോഴേക്ക് ഞാൻ 200 മില്യൺ ടേൺ ഓവറാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പൊ നിങ്ങളെപ്പോലെ ഒരാൾ വന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ ബിസിനസ്സിലും നിങ്ങളുടെ ബിസിനസ്സിലും ഉണ്ടാകാൻ പോകുന്ന ഒരു മാറ്റത്തെ കുറിച്ചാണ് പലപ്പോഴും നമ്മൾ എന്ത് ചെയ്യേണ്ടത്, സപ്ലയർ എടുത്ത് സംസാരിക്കേണ്ടത്. നെഗോഷിയേഷനിൽ പല ടൈപ്പ് ഓഫ് നെഗോഷിയേഷൻ ഉണ്ട്. ഒരു കോമൺ നെഗോഷിയേഷൻ എന്ന് പറയുന്നത്, ഇപ്പോൾ നമുക്ക് ഏറ്റവും ബെസ്റ്റ് കിട്ടുക അയാള് ഏറ്റവും മോശം ആയ ഒരു സിറ്റുവേഷനിലേക്ക് എത്തിക്കുക എന്നുള്ളത് ഒരു നെഗോഷിയേഷന്റെ സ്റ്റൈലാണ്. അല്ലെങ്കിൽ നമ്മൾ മോശം സ്റ്റേജിൽ എത്തുക, അല്ലെങ്കിൽ നമുക്കൊരു റോങ് ഡീല് കിട്ടുക, നമ്മുടെ എതിർ പാർട്ടി കസ്റ്റമർ എന്ത് ചെയ്യുക, വിൻ ചെയ്യുക എന്നുള്ളത് ഒരു സ്റ്റൈലാണ്. ഒരു കോമൺ ഏറ്റവും നല്ല സ്റ്റൈല് എന്ന് പറയുന്നത് വിൻ വിൻ ആണ്. നമ്മളും അവരും
നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ടേമിലേക്ക് എത്തുക എന്നുള്ളത്. അതിനർത്ഥം നമ്മൾ തോറ്റു കൊടുക്കുക അല്ലെങ്കിൽ നമ്മൾ പിന്മാറുക എന്നുള്ളതല്ല. നമുക്ക് ഒരു ക്രെഡിറ്റ് ടൈം ആയിരിക്കും അത്യാവശ്യം. നമുക്ക് ചിലപ്പോൾ ക്യാഷ് ആയിരിക്കും ഇമ്പോർട്ടന്റ്. നമുക്ക് ചിലപ്പോൾ പ്രൈസ് ആയിരിക്കും ഇമ്പോർട്ടന്റ്. അപ്പോൾ അത് മനസ്സിലാക്കി നമ്മളും അവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മ്യൂച്വലി അണ്ടർസ്റ്റാൻഡിലേക്ക് എത്തുക എന്നുള്ളത് നെഗോഷിയേഷനിൽ ഭയങ്കരമായ ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യമാണ്. അതാണ് നമ്മളൊരു ലോങ് ടൈം ബിസിനസ്സിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുള്ളൂ. അങ്ങനെയുള്ള സപ്ലയേഴ്സ് ആണ് നമ്മളെ കൂടെ പലപ്പോഴും നിൽക്കാറുള്ളത്. അതല്ലാതെ നമ്മൾ അടികൂടി ഒരു 2 റുപ്യയുടെ കേസിന് തല്ലും വെക്കാണോ ഉണ്ടാക്കിയിട്ട് വെറുപ്പിച്ച് പ്രശ്നമാക്കുന്ന ഒരു സിറ്റുവേഷനിലേക്ക് നമ്മൾ നെഗോഷിയേഷനിലെ കൊണ്ടുപോകരുത്. നമ്മൾ അവരുടെ സിറ്റുവേഷൻ മനസ്സിലാക്കണം. ആ ഒരു സപ്ലയർ അല്ലെങ്കിൽ അവർ നിലനിൽക്കണം. അവർ നിലനിന്നാൽ അവർ വളർന്നാൽ നമുക്കും അതിൻ്റെ ഒരു ഗുണമുണ്ടാകും. നമ്മുടെ ബിസിനസ് കൊണ്ട് അവരും വളരും, അവരുടെ ബിസിനസ് കൊണ്ട് നമ്മളും വളരും. അവരുടെ നിന്ന് നമുക്കും ബിസിനസ് കിട്ടും എന്നൊക്കെയുള്ള ഒരു മ്യൂച്വൽ ധാരണ എപ്പോഴും നമുക്ക് ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ അവർ നിലനിന്നാൽ മാത്രമാണ് ഈ ഒരു ഇൻഡസ്ട്രി അല്ലെങ്കിൽ നമ്മളൊരു സിസ്റ്റം നിലനിൽക്കുള്ളൂ. അങ്ങനെയാണ് നിൽക്കുക എന്നുള്ളതാണ് ഒരു മനസ്സിൽ ഉണ്ടാവേണ്ടത്. അതുപോലെ നമ്മൾ ചോദിക്കേണ്ടത് എങ്ങനെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും, അതൊക്കെ ആയിരിക്കണം നമ്മുടെ ലാംഗ്വേജ്. എങ്ങനെ നമ്മൾ സപ്ലൈ കൂടുതൽ പെട്ടെന്ന് തരണോ, അതല്ല നമുക്ക് ക്രെഡിറ്റ് ടൈംസിലാണോ, അങ്ങനെ അവരെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള ആ ഒരു ഭാഷയായിരിക്കണം നമ്മൾ ഉണ്ടാവേണ്ടത്. നമ്മൾ ഈ ജപ്പാനിൽ പോയിട്ടുള്ളവർക്കറിയാം, ജപ്പാനിൽ അരിഗാറ്റോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടേം ഉണ്ട്. ഈ അരിഗാറ്റോ എന്ന് പറയുന്ന ടേം പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ ഒരു ടാക്സി വിളിച്ചപ്പോൾ നമുക്ക് ഒരു 25 യെന്നായി. 20 യെന്ന എന്ന് പറഞ്ഞാൽ ജപ്പാനിലെ കറൻസി 25 യെന്ന അല്ലെങ്കിൽ 25 ദിർഹായി. അദ്ദേഹം പെട്ടെന്ന് എത്തിച്ച്, നമ്മളാണെങ്കിൽ കുഴപ്പമില്ലാത്തൊരു സാമ്പത്തിക സ്ഥിതിയിലൊക്കെയാണ്, നമ്മൾ ചിലപ്പോൾ ബസ്സൊക്കെ എടുത്ത് പോവുകയാണെങ്കിൽ അതിനെക്കാട്ടിയും കൂടുതൽ പൈസ ഒക്കെ ആവേണ്ട ഒരു സിറ്റുവേഷനിലാണ്. അപ്പോൾ നമ്മളത് കണ്ടറിഞ്ഞിട്ട് ഒരു 5 ദിർഹം അല്ലെങ്കിൽ സന്തോഷത്തോടെ ഒരു ടിപ്പൊക്കെ കൊടുക്കുന്ന പോലെ 25-ന് നമ്മൾ എന്ത് ചെയ്യണം, അവിടെ ഒരു 30 ദിർഹം കൊടുക്കണം സന്തോഷത്തോടെ. അവനും ഒരു കുടുംബമുണ്ട്, അവനും കുട്ടികളുണ്ട്, അവനെ കാത്തിരിക്കുന്ന ഒരു അമ്മ ഉണ്ട് എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് നമ്മൾ അറിഞ്ഞുകൊണ്ട് സംതിങ് എക്സ്ട്രാ കൊടുക്കുന്നതിനാണ് ജപ്പാനിൽ അരിഗാറ്റോ എന്ന് പറയാം. അതേപോലെ നമ്മൾ ഒരു സപ്ലയറെയോ അല്ലെങ്കിൽ നമ്മൾ നെഗോഷിയേറ്റ് ചെയ്യാൻ പോകുന്ന പാർട്ടിയോ നമ്മളൊരു ശത്രുവായിട്ട് കാണാതെ എങ്ങനെ നമുക്കൊരു ബെസ്റ്റ് ഡീലിലേക്ക് എത്താം, എങ്ങനെ നമുക്കും അവനും ഗുണപരമാകുന്ന ഒരു ഡീലിലേക്ക് എത്താം എന്നുള്ളതായിരിക്കണം നമ്മുടെ ഒരു ചിന്ത എന്ന് പറയുന്നത്. പിന്നെ നെഗോഷിയേഷനിൽ ഉണ്ടായിരിക്കേണ്ട പരമപ്രധാനപ്പെട്ട കാര്യമാണ്, നിങ്ങൾ ഇങ്ങോട്ട് ശ്രദ്ധിക്കണം, പരമപ്രധാനപ്പെട്ട കാര്യമാണ് സാറ്റിസ്ഫാക്ഷൻ കൊടുക്കുക എന്നുള്ളത്. എപ്പോഴും ഒരാള് ജയിച്ചു എന്നുള്ളതായിരിക്കണം അയാൾക്ക് ഉണ്ടായിരിക്കേണ്ട ഫീലിംഗ്, അല്ലെങ്കിൽ അയാൾക്ക് ബെസ്റ്റ് കിട്ടി എന്നുള്ളതായിരിക്കണം അയാൾക്കുള്ള വേണ്ട. ആ കസ്റ്റമർ കിട്ടിയോ, എനിക്ക് പ്രൈസ് കുറച്ച് കിട്ടി, ഞാൻ ഉദ്ദേശിച്ച സാധനം കിട്ടി എന്നുള്ളതായിരിക്കണം ആ ഒരു ഫീലിംഗ് നമ്മൾ കൊടുക്കേണ്ടത്. ഇപ്പൊ എൻ്റെ ഒരു ഫ്രണ്ട്, നമ്മളെ ടേക്ക് ഓഫിലൊക്കെ ഉള്ള താഹിർ ഉണ്ട്. താഹിർ ഒരു ക്ലിനിക്കിലാണ് വർക്ക് ചെയ്തിരുന്നത്. അപ്പൊ താഹിറിന്റെ ഒരു ഡോക്ടർ ഉണ്ട്, ഭയങ്കര പരിചയമാണ്, നമ്മൾ ഭയങ്കര സുഹൃത്തുക്കളൊക്കെയാണ്. പക്ഷെ ഡോക്ടറെ അടുത്ത് എന്തെങ്കിലും നമ്മളൊരു കൺസൾട്ടേഷൻ അതിന് പോയ ഡോക്ടർ ചെറിയൊരു ഫീസ് മേടിക്കും. ചിലപ്പോൾ ഒരു 10 ദിർഹമായിരിക്കും, ചിലപ്പോ എന്താ പറയാ ഒരു 25 ദിർഹം, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ. അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ ആളുടെ ഒരു ഡോക്ടർ 50 ദിർഹം എന്ന് വെച്ചാൽ ഫ്രീ കൊടുത്താൽ അതിനൊരു വാല്യൂ ഉണ്ടാവില്ല. അത് സപ്ലയർക്കാണെങ്കിലും മക്കൾക്കാണെങ്കിലും കുടുംബത്തിനാണെങ്കിലും ആർക്കും നമ്മൾ എന്തും ഫ്രീ കൊടുത്താൽ അതിനൊരു വാല്യൂ ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ എന്ത് കൊടുക്കുമ്പോഴും ആ സപ്ലയറുടെ അടുത്ത് നിന്ന് ഒരു സാധനം എന്ത് ചെയ്യണം, നെഗോഷിയേറ്റ് ചെയ്തിട്ട് മേടിക്കണം. ഓക്കെ, പേയ്മെന്റ് ഞാൻ 2 മാസത്തിനുള്ളിൽ തരാം, പക്ഷെ ഒരു 10 ആൾക്കാരനെ നിങ്ങളൊന്ന് റെഫർ ചെയ്ത് തരണം, അല്ലെങ്കിൽ നിങ്ങളൊരു 200 ആൾക്കാരെ ഡാറ്റ ഒന്ന് ഷെയർ ചെയ്ത് തരണം, അല്ലെങ്കിൽ നിങ്ങളൊരു 5 ഗൂഗിൾ റിവ്യൂ നിങ്ങൾ ചെയ്തു തരണം, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മൾ എന്താണോ ഡിസ്കൗണ്ട് കൊടുക്കുന്നത് ഒരു പരിധിക്ക് അപ്പുറത്ത് പോകുമ്പോഴൊക്കെ എന്തെങ്കിലും നമുക്ക് എന്ത് ചെയ്യണം, തിരിച്ചു കിട്ടണം. അതല്ലാതെ അവർ പറയുമ്പോഴൊക്കെ നമ്മൾ എന്ത് ചെയ്യരുത്, സാധനങ്ങളെ കുറച്ചിട്ട് ഇത് ചെയ്യരുത്. പല രീതിയിൽ നമുക്ക് ചോദിക്കാം. നമുക്ക് ചിലപ്പോൾ ഏർലി ഡെലിവറി ചോദിക്കുക, അല്ലെങ്കിൽ ഗൂഗിൾ റിവ്യൂ, അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ ചോദിക്കുക, കസ്റ്റമർ റെഫറൻസ് ചോദിക്കുക, ഒരു വീഡിയോ കൊളാബറേഷൻ ചോദിക്കുക. അങ്ങനെ നമ്മളെ ബിസിനസ്സിലേക്ക് ഉതകുന്ന എന്ത് ചെറിയ ചെറിയ കാര്യമാണെങ്കിലും നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നതിന് പകരം എന്തെങ്കിലും അവരേക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്തേണ്ട ഒരു കാര്യമുണ്ട്. പിന്നെ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യരുത്, ഒരു ഫസ്റ്റ് ഓഫറിനെ എന്ത് ചെയ്യരുത്, ആക്സെപ്റ്റ് ചെയ്യരുത്. ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഞാൻ കുറച്ച് സ്പീഡിൽ പോകുന്നുണ്ട് എന്ന് തോന്നുന്നു, എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഇത് ചെയ്താൽ മതി. നമ്മളൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പൊ ഷെഫീക്ക് ഒരു കാർ, ഒരു നിസാൻ പെട്രോൾ ഷെഫീക്ക് മേടിക്കാൻ വേണ്ടിയിട്ട് കുറേ കാലമായിട്ട്, ഒരു 2-3 മാസമായിട്ട് ഷെഫീക്ക് അന്വേഷിച്ചുകൊണ്ടിരിക്കുക. ഷെഫീക്ക് നല്ലൊരു കണ്ടീഷനുള്ള ഒരു വണ്ടി ഷെഫീക്ക് ഉദ്ദേശിക്കുന്ന ഒരു ബജറ്റിൽ വേണം. ഷെഫീക്കിന്റെ ഒരു മാക്സിമം ബജറ്റ് എന്ന് പറയുന്നത് എന്താ പറയാ, ഒരു 80,000 ദിർഹംസ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. ഒരു 80,000-ന്റെ കാറ് ഷെഫീക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഷെഫീക്ക് എല്ലാവരോടും ചോദിക്കും, ആഡുകൾ നോക്കും. അങ്ങനെ ഒരു ദിവസം ഷെഫീക്ക് ഒരു ആഡ് കണ്ട്. ഷെഫീക്ക് ഉദ്ദേശിച്ച അതേപോലെ നല്ല വൈറ്റ് കളർ നിസാൻ പെട്രോൾ, നല്ല വണ്ടി, നല്ല കണ്ടീഷൻ, വലിയ പഴയതൊന്നുമല്ല. ഷെഫീക്ക് ഫോൺ എടുത്ത് വിളിച്ചു, ഹലോ, അപ്പോൾ ബയർ വെച്ച് യെസ് കൊടുക്കാനുണ്ട്,
നിങ്ങൾ സീരിയസ് ബയർ ആണോ എന്ന് അയാൾ ചോദിച്ചു. യെസ്, ഷെഫീഖ് പറഞ്ഞു ഞാൻ സീരിയസ് ബയർ ആണ്. ഓക്കെ, നമുക്ക് നാളെ കാണാൻ പറ്റുമോ? നാളെ കാണുന്നു. ഷെഫീഖ് വണ്ടി കാണാൻ പോകുന്നു. ഷെഫീഖ് വണ്ടി ഓടിച്ചു നോക്കുന്നു. ഷെഫീഖിന് വണ്ടി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നു. ഇയാൾ എന്താ പറഞ്ഞിട്ടുള്ളത്? ഇയാൾ പറഞ്ഞിട്ടുള്ളത് 80,000 ഇയാള് എന്താ പറയുക 100,000 ആണ് ഇയാള് പ്രൈസ് പറഞ്ഞിട്ടുള്ളത്. ഷെഫീഖ് എന്ത് ചെയ്യുന്നു? ആദ്യമായിട്ട് തന്നെ 80,000 എന്ന് പറയുന്നു. അപ്പൊ ഈ ചങ്ങാതി ഒന്നും അങ്ങനെ ആലോചിച്ചിട്ട് പറയുന്നു ഡീൽ എന്ന് പറഞ്ഞിട്ട് ഷെഫീഖിന് കൈ കൊടുത്ത്. ഷെഫീഖ് ഹാപ്പി, അയാള് ഹാപ്പി. ഷെഫീഖ് വണ്ടിയൊക്കെ മേടിച്ച് രജിസ്റ്റർ ചെയ്ത് തിരിച്ച് വീട്ടിൽ പോയി രാത്രി സന്തോഷമായിട്ട് ഭക്ഷണം കഴിച്ച് സോഫയിൽ ഇരിക്കുകയാണ്. ഇപ്പൊ ഷെഫീഖിന് ഉണ്ടാവുന്ന ഫീൽ എന്താണ്? ഞാൻ 80 പറഞ്ഞത് കൂടിപ്പോയി, ഞാൻ അവിടെ ഒരു 75 ചോദിച്ചാൽ കിട്ടുമായിരുന്നു എന്നുള്ളതാണ് ഷെഫീഖിന്റെ മനസ്സിലുള്ള ഫീലിംഗ് അല്ലേ? ഞാൻ പറയുന്നത് ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഒരു തംസപ്പ് എന്തെങ്കിലും തരികയാണെങ്കിൽ എനിക്കൊന്ന് ഒരു ഐഡിയ കിട്ടും. അതെ അതെ ഓക്കെ, ക്ലിയർ ആണ് ഷഫീൻ. ഓക്കെ. അപ്പൊ നമ്മൾ ഈ സെയിം സിറ്റുവേഷൻ ഇപ്പൊ ഷെഫീഖ് എന്താണ് ഒരു ലൂസർ ആയിട്ടാണ്. ഇതോ ഷെഫീഖിന് നല്ലൊരു ഗുഡ് ഡീൽ കിട്ടിയെങ്കിലും ഷെഫീഖിന്റെ മനസ്സിൽ എന്താണ്, എന്റെ അടുത്ത് നിന്ന് എന്തോ ഒന്ന് ലൂസായി, ഞാൻ ഒന്നും കൂടെ ചവിട്ടി പിടിക്കണമായിരുന്നു, ഞാൻ ഒന്നും കൂടെ ചോദിക്കണമായിരുന്നു എന്നുള്ളതാണ്. ഇതേ സെയിം സിറ്റുവേഷൻ നമ്മൾ റിപ്പീറ്റ് ചെയ്യാം. ഷെഫീഖ് വണ്ടി കാണുന്നു. ഷെഫീഖ് 80,000 പറയുന്നിടത്തേക്ക് ഇയാൾ പെട്ടെന്ന്, ഞാൻ ചോദിച്ചതാണ് നിങ്ങൾ ഒരു സീരിയസ് ബയർ ആണോ എന്നുള്ളത്. എന്റെ ആ വണ്ടിയുടെ കണ്ടീഷൻ നിങ്ങൾ കണ്ടോ? അതിന്റെ സീറ്റ് കണ്ടോ? അതിന്റെ ലെതർ സീറ്റ് കണ്ടോ? അതിന്റെ അലോവീൽ കണ്ടോ? എന്നിട്ട് എങ്ങനെ നിങ്ങൾക്ക് ഇത് 80,000 ചോദിക്കാൻ പറ്റുന്നത്? ഷെഫീഖ് ഒന്ന് പ്രതീക്ഷിച്ചില്ല. ഷെഫീഖ് ഈ ഒരു റിയാക്ഷൻ. ഷെഫീഖ് ഒന്ന് ഡിഫെൻഡായി. ഷെഫീഖ് പറഞ്ഞു അല്ല, ഞാൻ ഉദ്ദേശിച്ചത് നമുക്കൊരു ഒരു 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 85 വരെയൊക്കെ തരാം. അപ്പോൾ അയാൾ പറഞ്ഞു ഇത് ഞാൻ എന്റെ കുഞ്ഞിനെ പോലെ കൊണ്ടുവരുന്ന വണ്ടിയാണ്, ഇത് അങ്ങനെ നിങ്ങൾ തോന്നുന്ന പൈസക്ക് തരാനുള്ളതല്ല. അങ്ങനെ അയാൾ 95 ഷെഫീഖ് 85 വീണ്ടും സംസാരം, വീണ്ടും ഡിസ്കഷൻ. ഷെഫീഖ് അങ്ങോട്ട് ഫ്രണ്ടിനെ വിളിച്ച് ചോദിക്കുന്നു, അതാക്കുന്നു. ഇയാളും ഒരു പൊടിക്ക് വിടുന്നില്ല. അവസാനം ഷെഫീഖ് 90 ഇയാളും 90 ഷെയ്ക്ക് ഹാൻഡ്, കൈ കൊടുക്കുന്നു. ഷെഫീഖ് ഹാപ്പി ആവുന്നു. തിരിച്ച് വീട്ടിൽ പോയിട്ട് രാത്രി ഡിന്നറൊക്കെ കഴിച്ച് ഷെഫീഖ് സോഫയിൽ ഇരിക്കുമ്പോ ഷെഫീഖ് പാരാണ്? ഷെഫീഖ് ഒരു ചാമ്പ്യനാണ്. ഞാൻ നെഗോഷിയേറ്റ് ചെയ്ത് ആ ടൈറ്റ് ആളുടെ ഞാൻ മേടിച്ച്, അയാൾ 100 പറഞ്ഞ സാധനത്തേക്ക് ഞാൻ 90 മേടിച്ചു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫീൽ പ്രൗഡാണ് ഷെഫീഖിന് ഉണ്ടാവുക. സത്യത്തിൽ ഷെഫീഖ് അവിടെ എന്ത് ചെയ്ത് 10,000 ദിറംസ് എക്സ്ട്രാ കൊടുത്തിട്ടാണ് ആ മുതൽ മേടിച്ചിട്ടുള്ളത്. പക്ഷെ എന്നാലും ഷെഫീഖിന്റെ മനസ്സിൽ ഇപ്പൊ ഉണ്ടാകുന്ന ഫീലിംഗ് എന്ന് പറയുന്നത് ഐ എം എ ഫൈറ്റർ, ഞാൻ ഫൈറ്റ് ചെയ്ത് നെഗോഷിയേറ്റ് മേടിച്ചു എന്നുള്ള ഒരു ഫീല്. നെഗോഷിയേറ്റ് ആ ഫീല് കൊടുക്കാൻ എപ്പോഴും നമ്മൾ പറ്റണം. നമ്മൾ ആളുകളുടെ അടുത്ത് എന്തെങ്കിലും ചോദ്യം കണ്ട് കൊടുത്തിട്ട് നമുക്ക് അവർക്ക് അതിനൊരു വിലയില്ലാത്ത സിറ്റുവേഷനിലാക്കരുത്. എപ്പോഴും നമുക്ക് ആ കസ്റ്റമർ ജയിച്ചു അല്ലെങ്കിൽ നമ്മൾ ജയിക്കുന്നു എന്നുള്ള ഒരു ഫീൽ ഉണ്ടാക്കാൻ നെഗോഷിയേഷനിൽ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. സാധനം ക്ലിയർ ആയി എന്ന് ഞാൻ വിചാരിക്കുന്നു. പക്ഷെ അതേപോലെ രണ്ടാമത്തെ വെച്ചാൽ നമ്മൾ എപ്പോഴും ഒരാളായിട്ട് നെഗോഷിയേറ്റ് ചെയ്യുമ്പോൾ അപ്പുറത്തെ പാർട്ടി ആരാണെന്ന് നോക്കണം. ആരാണ് അയാളുടെ പവർ, എന്താണ് അയാൾ ഡിസിഷൻ മേക്കർ ആണോ, അയാളെ കൊണ്ട് എനിക്ക് എന്തെങ്കിലും തരാൻ പറ്റുമോ എന്നുള്ളത് നോക്കണം. നിങ്ങൾ ക്യാരി ഫോറിൽ പോയിട്ട് സാധനം മേടിച്ചു, നിങ്ങൾ 1000 ദിറത്തിന് മേടിച്ചു, 10,000 ദിറത്തിന് മേടിച്ചു, നിങ്ങൾ അവിടെ നെഗോഷിയേറ്റ് ചെയ്യുമോ? അവിടെ നെഗോഷിയേറ്റ് ചെയ്യില്ല. എന്താ വെച്ചാൽ അവിടെ റൂം ഇല്ല, അവിടെ ഒരു കാഷ്യർ ആണ്, ഒരു എംപ്ലോയി ആണ്, അയാൾക്ക് ഒരു പവറും ഇല്ല, ഒരു ദിറം അവിടെ കിട്ടില്ല. അവിടെ ചോദിക്കാൻ പറ്റുന്ന സിറ്റുവേഷൻ അല്ല, ആംബിയൻസ് അല്ല അവരവിടെ ഒരുക്കി വെച്ചിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ അവിടെ മെനക്കെടാനും നിൽക്കുന്നില്ല, എല്ലാവർക്കും അതൊരു യൂണിവേഴ്സൽ ട്രൂത്ത് ആയിട്ടല്ല നിൽക്കുന്നത്. ഇതേ സാധനം നിങ്ങൾ കരാമയെ പോയിട്ട് ഒരു 200 ദിറംസിന്റെ അല്ലെങ്കിൽ 100 ദിറംസിന്റെ ബെൽറ്റ് മേടിച്ചാൽ നിങ്ങൾ നെഗോഷിയേറ്റ് ചെയ്യുമോ? 10,000 ദിറത്തിന് നമ്മൾ കാരിഫോറിൽ നെഗോഷിയേറ്റ് ചെയ്യാത്ത നമ്മൾ കരാമയിൽ ഒരു ബാഗ് മേടിച്ചാനോ ഒരു ബെൽറ്റ് മേടിക്കാനോ പോയാൽ നമ്മൾ എന്ത് ചെയ്യും? നെഗോഷിയേറ്റ് ചെയ്യും. അതെന്താണ്? നമുക്കറിയാം കരാമയിലുള്ളതോ മിക്കവാറും അവിടുത്തെ ഡിസിഷൻ മേക്കേഴ്സ്, അവർക്ക് അതോറിറ്റി ഉണ്ട് പ്രൈസ് കുറക്കാൻ. അവർ ഓൾറെഡി ആ ഒരു സിസ്റ്റം അങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നമുക്ക് അറിയുന്നതുകൊണ്ട് നമ്മൾ മുന്നേ തന്നെ അത് പ്രിപ്പയർഡ് ആയിട്ടാണ് പോവുക. ഇപ്പൊ ഇവിടുത്തെ ഓട്ടോമൊബൈൽ കാറിന്റെ ഷോറൂം വരെ അവരുടെ ഒരു ടാർഗറ്റ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ എതിർ പാർട്ടിയുടെ ടാർഗറ്റ് എന്താണ് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് മനസ്സിലാക്കണം. ലൈക്ക് അവരുടെ ടാർഗറ്റ്, ഓക്കെ, അവർ മന്ത്ലി ടാർഗറ്റ് ഉള്ള ആൾക്കാരാണ്. ഇപ്പൊ എൻഡ് ഓഫ് ദ മന്ത് ആവാൻ പോയിക്കണം, ഇന്ന് 30-ാം തീയതിയാണ് അല്ലെങ്കിൽ ഇന്ന് 30-ാം തീയതിയാണ്. ഇപ്പൊ അവർക്ക് ഒരു ടാർഗറ്റ് ആവാനുള്ള സമയമായിട്ടില്ല, അല്ലെങ്കിൽ അവർ കുറച്ച് പതുക്കെയാണ്, മാർക്കറ്റ് ലോ ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അതിനനുസരിച്ചിട്ട് പിടിക്കാൻ നോക്കണം, അതിനനുസരിച്ച് നെഗോഷിയേറ്റ് ചെയ്യാൻ നോക്കണം. മിക്കതും ഈ വണ്ടിക്കാരുടെ ഓട്ടോമൊബൈൽ ആളുകളുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് എൻഡ് ഓഫ് ദ മന്ത് ആണ്. ലൈക്ക് അപ്പോൾ നമ്മൾ അത് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യണം? നമ്മൾ കളിക്കാൻ നിൽക്കണം. റമദാൻ സീസൺ കുറവായ സമയത്ത് അങ്ങനെ ആ എതിർ പാർട്ടി
നമ്മളുടെ തൊട്ടപ്പുറത്ത് എതിരെ നിൽക്കുന്ന ആളുടെ ടാർഗറ്റ് എന്താണ്, അയാളുടെ KPI എന്തായിരിക്കും, അയാളുടെ ഒബ്ജക്റ്റീവ് എന്തായിരിക്കും, അത് നോക്കിയിട്ടായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമ്മൾ നെഗോഷിയേഷൻ പ്ലാൻ ചെയ്യേണ്ടത്. പ്രത്യേകിച്ച് നമ്മുടെ ഓഫീസിലൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ഒരു ബോസിന്റെ ടാർഗറ്റ് എന്താണ്, ബോസിന്റെ KPI എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ബോസിന്റെ ടാർഗറ്റ് കമ്പനിയുടെ റീറ്റെയിൽ എത്തിയ ഒരു ടോട്ടൽ ഉള്ള ടേൺ ഓവർ ചിലപ്പോൾ ഒരു 1 ബില്യൺ എത്തിക്കലാണ് ബോസിന്റെ ടാർഗറ്റ് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യരുത്, നമ്മൾ അല്ല പ്രോഫിറ്റ് കൂട്ടാനല്ല പണിയെടുക്കേണ്ടത്, അവിടെ എന്താണ് ആ ഒരു ബോർഡ് ടോപ്പ് ലൈനിൽ അച്ചീവ് ചെയ്യാനാണ് പണിയെടുക്കുന്നത്. എന്ന് വെച്ചാൽ നമുക്ക് ഫേവർ ആയിട്ടുള്ള ആ പാർട്ടിയുടെ ടാർഗറ്റ് അതാണ്. അപ്പൊ നമ്മൾ അത് നോക്കണം, നമ്മുടെ കസ്റ്റമറുടെ ടാർഗറ്റ് എന്താണ്, കസ്റ്റമറുടെ സിറ്റുവേഷൻ എന്താണ് എന്നുള്ളത് നോക്കിയിട്ടായിരിക്കണം ചെയ്യേണ്ടത്. അപ്പൊ നമ്മുടെ നാട്ടില് ഇപ്പൊ എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ നാട്ടില് എൻ്റെ ഒരു വീട് പണി നടക്കുന്ന സമയത്ത് ഒരു സിലിക്കൺ ജെല്ലാട്ടം മേടിക്കാൻ പോയതാ. അപ്പൊ അതിന്റെ എഴുതിയിരിക്കുന്ന MRP 220 ദിർഹമാണ്. ഇയാൾ 160 രൂപക്ക് 160 രൂപക്ക് ഇയാൾ എനിക്ക് തന്നു. അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ച്, 220 രൂപയാണ് ഇതിന്റെ MRP, ഇത് തന്നത് 160-നാണ്. അപ്പൊ ഞാൻ ഒരു നാട്ടിൽ, എപ്പോഴും നമ്മളൊരു നാട്ടിലെ ഒരു ലുങ്കി മുണ്ടൊക്കെ എടുത്ത് ഒരു സ്കൂട്ടിയിൽ ഭയങ്കര ഇതായിട്ടാണ് പോകുന്നത്. അതേസമയം ഞാൻ അവിടെ നല്ല ചിലപ്പോൾ ഒരു വലിയൊരു വണ്ടിയിലും ഇതിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഇയാൾക്ക് എന്തുണ്ട്, 220 വരെ പോകാനുള്ള റൂം അവിടെ ഉണ്ട്. ആള് ചിലപ്പോൾ ഞാനൊരു പണിക്കാരനാണ്, എനിക്ക് ഇതിനെ കുറിച്ച് ധാരണ ഉണ്ട്, ഞാൻ നാട്ടിലുള്ള ഒരാളാണ് എന്നൊക്കെ കരുതിയിട്ടാണ് എന്ത് ചെയ്യുന്നത് 160-ലേക്ക് തരുന്നത്. അപ്പൊ അയാൾ അവിടെ ഡിസിഷൻ മേക്കറാണ്, അയാൾക്ക് അവിടെ പ്ലേ ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ ആ രീതിയിലായിരിക്കണം നമ്മൾ ഡീൽ ചെയ്യുന്നത്, ഡിസിഷൻ മേക്കർ എടുത്താണോ എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താണോ എപ്പോഴും ബെസ്റ്റ് ഡീൽ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. ഒരു ലെവൽ എപ്പോഴും നമ്മളൊരു സെയിൽസ്മാനോട് സംസാരിക്കണക്കാട്ടും കൂടുതൽ കിട്ടാൻ ചാൻസ് ഒരു സൂപ്പർവൈസർ എടുത്ത് പോകുമ്പോൾ കിട്ടും, അതിനെക്കാട്ടും കൂടുതൽ ചിലപ്പോൾ ഒരു സെയിൽസ് മാനേജർ എടുത്ത് പോകുമ്പോൾ കിട്ടും, അതിനെക്കാട്ടും കൂടുതൽ ആ കമ്പനിയുടെ സീനിയർ മാനേജ്മെന്റിന്റെ അടുത്ത് പോയാൽ കിട്ടും. അത് എപ്പോഴും നമ്മൾ ഓർത്ത് വെച്ച്, നമ്മൾ ഡീൽ ചെയ്യുന്ന ആള്, അയാളൊരു പവർ എന്താണ്, അയാളൊരു അതോറിറ്റി എന്താണ്. ഓൻ്റെ അടുത്ത് ഇപ്പോൾ ക്യാരി ഫോറിൽ നിങ്ങൾ സാധനം മേടിച്ചിട്ട് ഇനി എന്ത് പറഞ്ഞിട്ടും തല കുത്തി നിന്നാലും ഒരു ദിറം എന്ത് ചെയ്യില്ല, നിങ്ങൾക്ക് ഡിസ്കൗണ്ട് കിട്ടില്ല. അവിടെ അതോറിറ്റി ഇല്ല. അതെന്ത് ചെയ്യണം നമ്മൾ. അപ്പൊ എതിർ പാർട്ടിയുടെ ടാർഗറ്റ്, എതിർ പാർട്ടി ആരാണ്, അയാളുടെ ഡിസിഷൻ മേക്കിങ്ങിലുള്ള പവർ, ഇതൊക്കെ നമ്മൾ അറിഞ്ഞ് അതിനെ സ്വാധീനിക്കാനുള്ള ഒരു പ്രിപ്പറേഷൻ നമുക്ക് ഉണ്ടായിരിക്കണം. നെഗോഷിയേഷൻ ഈസ് ഓൾ അബൌട്ട് പ്രിപ്പറേഷൻ ആണ്. പാർട്ടിയെ മനസ്സിലാക്കുക, അവരുടെ KPI മനസ്സിലാക്കുക, അവരുടെ ടാർഗറ്റ് മനസ്സിലാക്കുക, അവരിനെ എങ്ങനെ പിടിക്കാൻ പറ്റും എന്ന് മനസ്സിലാക്കുക, അവരുടെ വീക്ക് പോയിന്റ് എന്താണെന്ന് മനസ്സിലാക്കുക. ഇപ്പോ നമ്മുടെ ഫൈസൽ ഉണ്ടായിരുന്നു, നമ്മുടെ പ്രസ്സിലുള്ള നമ്മുടെ ടേക്ക് ഓഫ് മെമ്പറാണ്. ഫൈസലിന്റെ പ്രസ്സിൽ റോ മെറ്റീരിയൽ കിട്ടാതെ ഭയങ്കര ടൈറ്റ് ആണ്. പക്ഷെ അവർക്ക് എന്തുണ്ട്, അത്യാവശ്യമായിട്ടുള്ള കുറച്ച് കോൺട്രാക്റ്റിലായിട്ടുള്ള ബയേഴ്സ് ഉണ്ട്. അപ്പൊ അവർക്ക് അത് സാധനം കൊടുത്തേ പറ്റുള്ളൂ. അപ്പൊ അവിടെ ഫൈസൽ എന്തായിരിക്കും, ഫൈസൽ എങ്ങനെയെങ്കിലും സാധനം കിട്ടണം എന്നുള്ളതായിരിക്കും. ഫൈസലിനെ സംബന്ധിച്ച് എന്തായിരിക്കില്ല, പ്രശ്നമായിരിക്കില്ല. അപ്പോൾ ആ സിറ്റുവേഷൻസ് നമ്മൾ മനസ്സിലാക്കുക, നമ്മുടെ എതിരെ നിൽക്കുന്ന പാർട്ടിയെ മനസ്സിലാക്കുക എന്നുള്ളത് നെഗോഷിയേഷന്റെ ബേസിക് ഗെയിമാണ്. അതിലാണ് നമ്മൾ എല്ലാ റൂളുകളും നമ്മൾ സെറ്റ് ചെയ്യുക എന്ന് പറയുന്നത് അതിലായിരിക്കും. അടുത്ത് ഞാൻ പറഞ്ഞ പോലെ നമുക്ക് എത്രമാത്രം ഇൻഫോർമേഷൻസ് കിട്ടുമോ എന്നുള്ളത് നെഗോഷിയേഷനിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് അവരുടെ സ്റ്റാഫുകൾ, അവരുടെ എക്സ് സ്റ്റാഫുകൾ, ആ സപ്ലയറുമായി ബന്ധപ്പെട്ട ബാക്കി കൊടുക്കുന്നവർ, ഈ ആളുകൾക്കൊക്കെ നോക്കിയിട്ട് അവരുടെ ഒരു സിറ്റുവേഷൻ എന്താണ്, അവരുടെ ടൈം ഭയങ്കര പ്രഷർ ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ്. ചിലപ്പോൾ അവർക്ക് ആ സ്പോട്ടിൽ വേണ്ടി വരും, ആ വീക്കിൽ വേണ്ടി വരും, ആ ദിവസത്ത് വേണ്ടി വരും. അപ്പൊ അത് അത്രയും ബാഡ്ലി ആണ് അവരുടെ സിറ്റുവേഷൻ എന്ന് അറിഞ്ഞാൽ നമുക്ക് പലപ്പോഴും കോട്ട് ചെയ്യുമ്പോൾ, നമ്മൾ പ്രൈസ് കൊടുക്കുമ്പോൾ, നമ്മൾ ഓഫർ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിലൊക്കെ ഒന്ന് പ്ലേ ചെയ്യാൻ പറ്റും. നമുക്ക് ആ ടൈം കറക്റ്റ് ആയിട്ട് നമുക്ക് അറിയുന്നുണ്ടെങ്കിൽ, അവർക്ക് അവരുടെ ആ പൊസിഷൻ അറിയുന്നുണ്ടെങ്കിൽ, അതിനൊക്കെയുള്ള ഇൻഫോർമേഷൻസ് നമുക്ക് ഗേദർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, നമുക്ക് അത് ഭയങ്കരമായിട്ട് നമ്മൾ എന്ത് ചെയ്യും, നെഗോഷിയേഷനിൽ ഹെൽപ്പ് ചെയ്യും. അവരെ എന്താ പറയാ, അവരെ ക്യാഷ് ഫ്ലോ സിറ്റുവേഷൻ എന്താണ്, അവർക്ക് പേയ്മെന്റ് ആണോ ഇപ്പൊ അത്യാവശ്യം, അല്ലെങ്കിൽ അവർക്ക് പ്രൊഡക്റ്റ് ആണോ അത്യാവശ്യം, പേയ്മെന്റ് ഉണ്ട് അവരുടെ അടുത്ത്, അവർക്ക് ഒരു റോ മെറ്റീരിയൽ കിട്ടാത്തതാണോ പ്രശ്നം, അതല്ല അവർക്ക് ഭയങ്കരമായിട്ട് ഓർഡർ ഉണ്ട് പക്ഷെ അവർക്ക് ക്യാഷ് ഫ്ലോ കുറച്ച് പ്രശ്നമാണ്. ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് ആ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് നമുക്ക് എത്രമാത്രം പ്ലേ ചെയ്യാൻ പറ്റുമോ, എത്രമാത്രം ഇൻഫോർമേഷൻ കിട്ടാൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മൾ നെഗോഷിയേഷനിൽ നമ്മളെ വിന്നറാക്കുന്ന ഒരു ഘടകം എന്ന് പറയുന്നത്. അതുപോലെ ഒരു ഘടകമാണ് ബാഡ്ന എന്ന് പറയുന്നത് ബെസ്റ്റ് ആൾട്ടർനേറ്റീവ് ടു എ നെഗോഷിയേറ്റഡ് അഗ്രിമെന്റ് എന്ന് നമ്മൾ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, നമ്മളല്ലെങ്കിൽ ആ കസ്റ്റമറിന്, ആ സപ്ലയർക്ക് എന്താണ് ചോയ്സ് എന്നുള്ളത് എന്ത് ചെയ്യണം, നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഒരു വാക്ക് അവേ പ്രൈസ്, ഇപ്പൊ നമ്മളൊരു ഡീലിലേക്ക് പോവാണ്, ഒരു പ്രൈസ് കോട്ട് ചെയ്യാണ്, അപ്പൊ നമുക്ക് എപ്പോഴും ഒരു വാക്ക് അവേ പ്രൈസ് ഉണ്ടാവും. ഈ പ്രൈസിൽ താഴെ എന്ത് ചെയ്യാൻ പറ്റില്ല, ഞാൻ പോകാൻ പറ്റില്ല, ഇന്ന റീസൺ കൊണ്ട്, ഇതാണ് എന്റെ ഓപ്പണിംഗ് പ്രൈസ്, ഇതുവരെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്യും, ഇത് എന്റെ വാക്ക് അവേ പ്രൈസ് ആണ്. അതിലപ്പുറത്തേക്ക് പിന്നെ ഒരു ഡീലിനെ കുറിച്ചിട്ട് ഞാൻ അവര് സ്വർഗം തന്നാലും ഞാൻ ഇതിൽ നിന്ന് ഞാൻ പിന്മാറില്ല എന്ന് പറയുന്ന ഒരു വാക്ക് അവേ പ്രൈസ് നമുക്ക് ഉണ്ടായിരിക്കണം. അപ്പൊ അതറിയണമെങ്കിൽ നമ്മൾ മറ്റാളുടെ ബാട്ടിന് എന്തായിരിക്കണം, നമ്മളില്ലെങ്കിൽ പ്രൊഡക്റ്റ് കൊടുക്കാൻ ഒരാളുണ്ടോ,
നമ്മളല്ലെങ്കിൽ ഈ സർവീസ് ഈ പ്രൈസിന് കൊടുക്കാൻ ഒരാളുണ്ടോ? നമ്മളല്ലെങ്കിൽ ഇതേ സപ്പോർട്ട് കിട്ടാൻ പറ്റുന്ന ഒരാളുണ്ടോ? അതേപോലെ തന്നെ നമുക്കും ഇപ്പൊ സിമ്പിളായി പറഞ്ഞപ്പോ ഒരാൾ മരുഭൂമിയിൽ അകപ്പെട്ടു. അയാള് വെള്ളത്തിന് ദാഹിച്ച് വലച്ച് നടക്കുമ്പോൾ ഒരാൾ വെള്ളം വിൽക്കുന്നത് കണ്ട് അയാളായിട്ട് വെള്ളം മേടിക്കാനാണോ നോക്കുക, നമ്മൾ നെഗോഷിയേറ്റ് ചെയ്യാനാണോ നോക്കുക? നമ്മൾ പെട്ടെന്ന് എന്ത് ചെയ്യും? വെള്ളം മേടിക്കും. ബിക്കോസ് നമുക്ക് അവിടെ പ്രൊഡക്റ്റ് ആണ് അത്യാവശ്യം, നമുക്ക് അവിടെ പൈസ അല്ല അത്യാവശ്യം, നമുക്ക് മറ്റുള്ള ഘടകങ്ങളൊന്നും അത്യാവശ്യം. എന്താണ്, നമ്മുടെ ബാട്ടിനെ ഭയങ്കര വീക്കാണ്, നമുക്ക് വേറൊരു ആൾട്ടർനേറ്റീവ് ഇല്ല, വേറൊരു ഷോപ്പ് അവിടെ ഇല്ല, വേറൊരു സിറ്റുവേഷൻ അവിടെ ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? മാക്സിമം അവിടെ നിന്ന് എടുക്കും. അതേപോലെ നമുക്ക് വേറെ ഒരു സപ്ലയർ ഉണ്ടോ, നമുക്ക് ഈ പ്രൊഡക്റ്റ് വേറെ നിന്ന് കിട്ടാനുണ്ടോ, നമ്മുടെ സിറ്റുവേഷൻ എന്താണ്, അതേപോലെ സപ്ലയറുടെ സിറ്റുവേഷൻ ഉണ്ട്. ഈ രണ്ട് സൈഡിലെയും ബാറ്റ്ന എന്ന് പറയുന്നത് ബെസ്റ്റ് ആൾട്ടർനേറ്റീവ് ടു എ നെഗോഷിയേറ്റ് അഗ്രിമെന്റ് അതുണ്ടോ എന്നറിയുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ വാക്കവേ പ്രൈസ് തീരുമാനിക്കാൻ പറ്റും. നമ്മൾ ഏത് സിറ്റുവേഷനിൽ തിരിച്ചു വരണം അല്ലെങ്കിൽ നെഗോഷിയേറ്റ് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ, ഏത് വരെ പോകണം, എന്താവണം എന്നുള്ളതൊക്കെ നമുക്ക് ഇത് വരും. അതുപോലെ തന്നെയാണ് നെഗോഷിയേറ്റിൽ വളരെ പവർ ആർക്കാണ് എന്നുള്ളത്. ഈ പവർ സെറ്റ് ചെയ്യുന്ന കുറെ സിറ്റുവേഷൻസ് കൂടെ ഉണ്ട്. ഇപ്പൊ പവർ എന്ന് പറയുന്നത്, നിങ്ങളൊരു സപ്ലയർ മീറ്റിങ്ങിന് വിളിക്കുകയാണ്, നിങ്ങൾ സപ്ലയറുടെ ഓഫീസിലേക്കാണ് പോകണമെന്ന് വിചാരിക്കുക. നിങ്ങൾ ബിസിനസ് ബേയിൽ എത്തുന്നു, സപ്ലയർ ഓഫീസ് ബിസിനസ് ബേ ആണ്, നിങ്ങൾ ഗൂഗിൾ മാപ്പ് ഇട്ട് താഴെത്തി, നിങ്ങൾ എങ്ങനെ നടന്നിട്ടും പാർക്കിംഗ് കിട്ടുന്നില്ല, 9:45 10 മണിക്കാണ് മീറ്റിംഗ്, ഒരു രക്ഷയില്ല. പിന്നെ അവിടെ ആകെ ഒരു സോഴ്സ് നിങ്ങൾക്ക് ആരാളുള്ളത്? സപ്ലയറാള്. നിങ്ങൾ ആളെ വിളിക്കും, ആ മനോജ് ഞാനിവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ, ഞാൻ 10 മണിയുടെ മീറ്റിംഗ്, ഞാൻ 9:30 എത്തി, പക്ഷെ ഇവിടെ ഒരു പാർക്കിംഗ് കിട്ടാനില്ല, എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? മനോജ് പറയും, ഷോ ഇനിയിപ്പോൾ എന്താ ചെയ്യുക, ബിസിനസ് ബേലെ സിറ്റുവേഷൻ ഇങ്ങനെ തന്നെയല്ലേ, നീ ഒന്നൊന്ന് പ്ലാൻ ചെയ്യണ്ടേ? ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ എൻ്റെ സ്റ്റാഫിനോട് എൻ്റെ വണ്ടി ഒന്ന് എടുത്തിട്ട് പുറത്തിടാൻ പറയാം, എന്നിട്ട് നീ അവിടെ എന്ത് ചെയ്തോ, ആ വണ്ടി കയറ്റിക്കോ. ഇപ്പൊ എന്താ സംഭവിച്ചത്? പിന്നെ നിങ്ങൾ ഫ്ലാറ്റ് ഫ്ലോർ നോക്കണം, 33rd ഫ്ലോർ, അവിടെ പോയി ഓഫീസ് കാണാൻ. വീണ്ടും മനോജ് ഈ 33rd ഫ്ലോർ തന്നെയല്ല, ഞാൻ ഇവിടെ നോക്കിയിട്ട് നിങ്ങളുടെ ഓഫീസ് കാണുന്നില്ലല്ലോ. അവസാനം നിങ്ങൾ 5 മിനിറ്റ് ലേറ്റ് ആയിട്ട് ഓഫീസിലെത്തിയപ്പോൾ മനോജ് വന്നു. ആ മനോജ് ചായ പറയട്ടെ. സുമേഷ്, നീ വണ്ടി മാറ്റിയിട്ട് കൊടുത്തല്ലോ അല്ലേ? നമ്മള് ഷെഫീഖ് സാറാണ് വണ്ടി മാറ്റി കൊടുത്തല്ലോ അല്ലേ? അപ്പൊ നമ്മൾ എന്തായി? അയാളുടെ മുന്നിൽ നമ്മൾ ചെറുതായി. അവിടെ എന്തായി? നമ്മൾ അയാൾ ഓഫീസിലേക്ക് പോകുമ്പോൾ പവർ അയാൾക്കായി മാറി. നമ്മുടെ എതിർ പാർട്ടിക്ക് എന്തായി? പവർ കിട്ടി. അവരുടെ എന്തോ ഒരു ദയ നമുക്ക് തന്ന പോലെ നമ്മൾ ഫസ്റ്റ് തന്നെ ഒരു ഭയങ്കരമായ ഒരു സ്ട്രോങ് പൊസിഷനിൽ നമ്മൾ താഴെ വന്നു. നമുക്കിനി അവിടെ കാര്യമായിട്ട് നെഗോഷിയേറ്റ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് അവിടെ ഭയങ്കരമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല. എന്താ വെച്ചാൽ ഓൾറെഡി നമ്മൾ അത് അവരുടെ ഒരു സപ്പോർട്ട് എടുത്ത്, അവരുടെ എന്താ പറയുക, ഒരു അസിസ്റ്റൻസ് എടുത്തു. നമ്മൾ അവരെക്കാട്ടിയും പവറിൽ നമ്മൾ താഴേക്ക് വന്നു. അപ്പൊ എപ്പോഴും നമ്മൾ മീറ്റിംഗ് സെറ്റ് ചെയ്യുമ്പോൾ ആർക്കാണ് പവർ ഉണ്ടാവാൻ ചാൻസ്? ആരാണ് ഓപ്പണിംഗ് ചെയ്യുന്നത്? ആരാണ് ഫസ്റ്റ് കൗണ്ടർ പ്രപ്പോസൽ പറയുന്നത്? നമ്മൾ അങ്ങോട്ട് അപ്രോച്ച് ചെയ്തിട്ടാണോ? അങ്ങനെയുള്ള ആ പവറുമായിട്ട് ബന്ധപ്പെട്ട നല്ല ഒരു പ്ലാനിങ്ങും കളിയും നമുക്ക് എന്താണ് ഭയങ്കര ഇമ്പോർട്ടൻ്റ്. എപ്പോഴും ഒരു തേർഡ് പ്ലേസിൽ, ഒന്നെങ്കിൽ നമ്മുടെ ഓഫീസിലേക്ക് വിളിക്കാൻ പറ്റുമെങ്കിൽ നമ്മുടെ ഓഫീസിലേക്ക് വിളിക്കുക, അല്ലെങ്കിൽ ഒരു തേർഡ് പ്ലേസ്, രണ്ടു പേർക്കും അൺനോൺ ആയിട്ടുള്ള ഒരു പ്ലേസിലായിരിക്കണം എന്തുണ്ടായിരിക്കേണ്ടത്, നമ്മളൊരു മീറ്റിംഗ് ഒക്കെ സെറ്റ് ചെയ്യേണ്ടത്. ആ പവർ എന്ന് പറയുന്നത് നെഗോഷിയേഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എങ്ങനെ നമ്മുടെ കയ്യിലേക്ക് പവർ വരാൻ പറ്റും? പല ടാക്ടിക്സ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. നമ്മളൊരു ടീമായിട്ട് പോണത്, അല്ലെങ്കിൽ നമ്മളുടെ ഓഫീസിലേക്ക് വിളിക്കുന്നത്, നമ്മൾ അവിടെ ഒരു സീൻ സെറ്റ് ചെയ്യുന്നത്, ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പവർ എടുക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഈ പവർ എന്നുള്ളതിനെ നമ്മൾ ഭയങ്കരമായിട്ട് ഇതാക്കണം. പിന്നെ നെഗോഷിയേഷൻ എന്ന് പറയുന്നത്, നമ്മൾ ഇങ്ങനെ കൂടുതൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളിങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കില്ല, നമ്മൾ കുറച്ചേ സംസാരിക്കാൻ പാടുള്ളൂ. നമ്മൾ കൂടുതലും ഒബ്സർവ് ചെയ്യാണ് ചെയ്യേണ്ടത്. നമ്മൾ കൂടുതലും അവരെന്താണ് പറയുന്നത്, അതിൽ നിന്ന് ഒരു സാധനം മനസ്സിലാക്കാൻ പറ്റുമോ? അവരുടെ സിറ്റുവേഷൻ എന്താണെന്നുള്ള ഒരു ഇൻഫോർമേഷൻ, ഒരു വേർഡ് അവർ പറയുന്നത് എഗെയിൻസ്റ്റ് ആയിട്ട് അവർക്ക് ഉപയോഗിക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ അതിൻ്റെ ഇടയിൽ ആ ഓഫീസിലെ അല്ലെങ്കിൽ അവരുടെ ഒരു കൂടെ വന്നവരുടെ ഒരു വായിൽ നിന്നൊക്കെ എന്തെങ്കിലും ഒരു സാധനം കിട്ടുമോ എന്നുള്ള ഒരു സാധനത്തെ ആയിരിക്കണം നമ്മൾ കൂടുതലായിട്ട് നമ്മൾ എത്ര കുറച്ച് കൊടുക്കുന്നോ അത്രയും നമ്മുടെ അടുത്ത് എന്ത് ചെയ്യും? പവർ കിട്ടും. നമ്മൾ കൂടുതൽ സംസാരിക്കും തോറും പല വാക്കുകളും നമ്മൾ ഉദ്ദേശിക്കാതെ നമ്മുടെ വായയിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കാതെ പോകും. അത് അവർക്കൊക്കെ ഭയങ്കര, ഈ നെഗോഷിയേഷനിൽ സീരിയസ് നെഗോഷിയേറ്റർ ആയിട്ടിരിക്കുന്ന ഒരു എക്സ്പീരിയൻസ് ഉള്ള ആൾക്കൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾക്ക് ഓരോ വാക്കുകളും അവർക്ക് ഒരു ഇതായിരിക്കണം. അപ്പൊ എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ കുറച്ച് 20% മാത്രം നമ്മൾ സംസാരിക്കുക, 80% അവരെ ലിസൺ ചെയ്യുക, അവർ പറയുന്നത് ശ്രദ്ധിക്കുക, അവർ പറയുന്നതിനെ പ്ലാൻ ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളിലായിരിക്കണം ഇത് ചെയ്യേണ്ടത്. പിന്നെ ഒരിക്കലും നമ്മളായിട്ട് എന്താ പറയാ, ഒരു ഇൻഫോർമേഷൻ, ഒരു മീറ്റിങ്ങിന്റെ തുടക്കത്തിലൊക്കെ എന്തൊക്കെയാണ് വിശേഷം,
കുറച്ച് ലൂസ് ടോക്കുകളൊക്കെ പരസ്പരം പലരും ക്രിയേറ്റ് ചെയ്യും. ആ ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിന്റെ ഇടയിലൊക്കെ നമ്മുടെ കമ്പനിയുടെ സിറ്റുവേഷൻ എന്താണ്, നമ്മുടെ ക്യാഷ് ഫ്ലോയുടെ സിറ്റുവേഷൻ എന്താണ്, നമ്മുടെ സ്റ്റോക്കിന്റെ സിറ്റുവേഷൻ എന്താണ്, നമ്മുടെ ഇൻവെന്ററി എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ട്, മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്കെതിരെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമായിട്ട് മാറ്റും. ഈ യൂറോപ്യൻ കൺട്രിയിലൊക്കെ പോലീസ് അറസ്റ്റ് ചെയ്യുമ്പോൾ പ്രതികളോട് പറയുന്ന ഫസ്റ്റ് കേസ് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഒന്നും മിണ്ടരുത്, നിങ്ങൾ എന്ത് മിണ്ടിയാലും അത് നിങ്ങൾക്കെതിരെ ഉപയോഗിക്കും എന്നുള്ളതാണ്. നിങ്ങൾക്കെതിരെ കോടതിയിൽ വലിയൊരു തെളിവായിട്ട് മാറും എന്ന് പറഞ്ഞ പോലെ നമ്മൾ മാക്സിമം എന്ത് ചെയ്യുക, ഇത് ചെയ്യുക. അതുപോലെ തന്നെ നമ്മളെപ്പോഴും അങ്ങോട്ട് പോയിട്ട് ഇത് ചെയ്യാതെ ഇരിക്കുക. നമ്മൾ പെട്ടെന്ന് ആൾ ചോദിക്കുന്നതിന് മുന്നേ ഇത് ചെയ്യാതിരിക്കുക. പിന്നെ അതുപോലെ തന്നെ നമ്മളെപ്പോഴും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അഗ്രസീവായിട്ട് സ്റ്റാർട്ട് ചെയ്യുക. നിങ്ങൾക്കറിയാം, നിങ്ങൾക്കൊരു 3 സാധനങ്ങളാണ് കിട്ടേണ്ടത്. നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ബെസ്റ്റ് പേയ്മെന്റ് ടൈം കിട്ടേണ്ടി വരും, ചിലപ്പോൾ ഒരു ഡെലിവറി നേരത്തെ കിട്ടേണ്ടി വരും. ഇങ്ങനത്തെ 2-3 കാര്യങ്ങളാണ് നിങ്ങൾക്ക് കിട്ടിയത്. പക്ഷെ നിങ്ങൾ ചോദിക്കുമ്പോൾ ഒരു 10 കാര്യങ്ങളെങ്കിലും ചോദിക്കണം. നമ്മൾ നെഗോഷിയേറ്റ് ചെയ്യുമ്പോൾ ഏറ്റവും ടോപ്പിൽ അഗ്രസീവ് സാധനത്തിൽ നിന്ന് നെഗോഷിയേറ്റ് ചെയ്താലാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിക്ക്. നമ്മളിപ്പോൾ ഒരു 60,000 ദിർഹത്തിന് ആണ് നമ്മുടെ വാക്കവേ പ്രൈസ് എന്നുണ്ടെങ്കിൽ, നമ്മളൊരു 120 സ്റ്റാർട്ട് ചെയ്ത് 100-ലെത്തി, 80-ലെത്തി, ഒരു 70-ലേക്കൊക്കെ നമുക്ക് എത്തിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഓപ്പണിങ് ചെയ്യുന്നത് ഭയങ്കരമായിട്ട് എന്തായിരിക്കണം. അത് പക്ഷേ നമ്മൾ എന്തോ ഒരു പാപം ചെയ്യുന്ന പോലെ എന്നുള്ളതായിരിക്കരുത്. നമ്മൾ ഭയങ്കരമായിട്ട് അവരുടെ കണ്ണിൽ നോക്കിയിട്ട് 120,000 ആണ് നമ്മുടെ ഇതിന്റെ ഒരു പ്രൈസ് എന്ന് പറയുന്നത്. നമ്മുടെ കോൺഫിഡൻസ് നമ്മുടെ കണ്ണിൽ ഉണ്ടായിരിക്കണം, നമ്മുടെ ബോഡി ലാംഗ്വേജിൽ ഉണ്ടായിരിക്കണം. നമ്മൾ ആടിക്കുഴഞ്ഞിട്ടായിരിക്കരുത് എന്ത് ചെയ്യരുത് ആ ഒരു പ്രൈസ് പറയണം. നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഞാനത് 120,000 ആണ് നമ്മുടെ ഇപ്പോഴത്തെ കോട്ട് എന്ന് പറയുന്നത്. ദ ബെസ്റ്റ് വി ക്യാൻ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ആ ഭാഷയിലും നമ്മുടെ ആ ബോഡി ലാംഗ്വേജിലും നമ്മുടെ ആ ബെസ്റ്റ് ആണ് എന്നുള്ളത് കാണിച്ചു കൊടുക്കുന്ന ആ ഒരു സാധനം എന്തുണ്ടായിരിക്കണം, വരണം. അപ്പോൾ അല്ലാതെ നമ്മൾ പെട്ടെന്ന് അതുപോലെ തന്നെ എന്ത് ചെയ്യരുത്, റെഡ്യൂസ് ചെയ്ത് വരരുത്. ഭയങ്കരമായിട്ട് അവരുടെ കണ്ണിൽ തന്നെ നോക്കിയിട്ട് നോക്കണം. അത് പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മുടെ അവരെ കണ്ണിൽ തന്നെ നോക്കിയിട്ട് ഭയങ്കര കോൺഫിഡൻസ് ആയിട്ട് നമ്മൾ ഇരിക്കും വേണം. അതല്ലാതെ നമ്മൾ വളരെ വീക്ക് ടോണിൽ, വീക്ക് ലാംഗ്വേജിൽ പറഞ്ഞിട്ട് നമ്മൾ എന്താ താഴേക്കൊക്കെ നോക്കിയിരുന്നാൽ നമുക്ക് എന്ത് ചെയ്യും, അതിനെ ഇത് ചെയ്യാനുള്ള ഇതുണ്ടായിരിക്കും. പക്ഷെ നമ്മൾ ഭയങ്കര കോൺഫിഡൻസ് ആയിട്ട് അവരുടെ ഇതിൽ നോക്കിയിട്ട് തന്നെ പറയണം. നമ്മൾ അങ്ങനെ ഒരു കാര്യം അങ്ങോട്ട് പറഞ്ഞാൽ ഒരു 10 സെക്കൻഡ്സ് വരെയൊക്കെയാണ് അവർക്ക് സൈലന്റ് ആവാൻ പറ്റുള്ളൂ. അതാവുമ്പോഴേക്ക് എന്ത് ചെയ്യും, അവരെന്തെങ്കിലും ഒരു കൗണ്ടർ സാധനം പറഞ്ഞേ പറ്റുള്ളൂ. അപ്പോൾ അത് ഇട്ട് കൊടുക്കാൻ എപ്പോഴും നമ്മൾ അഗ്രസീവായിട്ട് ഏറ്റവും ടോപ്പിൽ നിന്ന്, ഏറ്റവും ബെസ്റ്റിൽ നിന്ന് തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. പിന്നെ മാക്സിമം പോകുന്നതിന് മുന്നേ, മീറ്റിംഗ് തുടങ്ങുന്നതിന് മുന്നേ, ഞാൻ കഴിഞ്ഞ ഇതിനും സംസാരിച്ചിരുന്നു, അവരുടെ ഓഫീസിലെത്തിയിട്ട് നമ്മൾ ബാക്കിയുള്ളവരെ വിളിക്കാതിരിക്കുക, നമ്മുടെ സ്റ്റാഫിനെ വിളിച്ചിട്ട്, അക്കൗണ്ടന്റിനെ വിളിച്ചിട്ട് അതിന്റെ കോസ്റ്റ് എത്രയാണ് എന്ന് ചോദിക്കാതിരിക്കുക. ഇന്ന് CCTV ക്യാമറകൾ, വോയിസ് ഒപ്പിയെടുക്കാൻ പറ്റുന്ന അങ്ങനത്തെ എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. നിങ്ങൾ വേറൊരു നാട്ടിലേക്ക് ഒരു സപ്ലയറെ കാണാൻ പോകുമ്പോൾ ആ ഡ്രൈവർ അടക്കം നിങ്ങളൊക്കെ ഇൻഫർമേഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ട്രെയിൻ ചെയ്ത ഒരാളായിരിക്കും. അപ്പോൾ നിങ്ങൾ സംസാരിക്കുന്ന കാര്യങ്ങൾ, നിങ്ങൾക്ക് വെക്കുന്ന മൊബൈൽ ഫോണുകൾ, നിങ്ങൾ വെക്കുന്ന ടാബ്, നിങ്ങൾ വെക്കുന്ന ഡോക്യുമെന്റ്, ഫയൽ, ഇതൊക്കെ നിങ്ങളുടെ 100% സെക്യൂർഡ് ആയിട്ടാണ് എന്നുള്ളത് ഇതാക്കുക. പിന്നെ തന്നെ നിങ്ങൾ അവരുടെ വൈഫൈയിലോ ഒന്നും കയറാതെ ഇരിക്കാനൊക്കെ ചെക്ക് ഇൻ ചെയ്യുക. പിന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്, നമ്മുടെ പ്രൈസ് നമ്മൾ പറഞ്ഞാൽ നമ്മൾ മിണ്ടാതെ ഇരുന്നിട്ട് അവരുടെ കണ്ണിലൊക്കെ നോക്കി ഇരുന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നെക്സ്റ്റ് അവരുടെ മൂവ് എന്താണ് എന്ന് നോക്കണം. അവർ ആ മൂവ് ചെയ്യുമ്പോഴും എന്തുണ്ടാവും, കുറെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അവരത് ഒരു ഒറിജിനൽ മൂവ് ആണോ, അല്ലെങ്കിൽ അവരെന്തെങ്കിലും മറച്ചു വെച്ചിട്ടാണോ സംസാരിക്കുന്നത്, അവർ ലൈവ് പറയുകയാണോ, ഇത് അവരുടെ ബെസ്റ്റ് ഓഫർ ആണോ എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു ഓഫറൊക്കെ പറഞ്ഞിട്ട് ആ സൈലൻസിന് എപ്പോഴും നെഗോഷിയേഷനിൽ ഭയങ്കര റോളുണ്ട്. അവർ ഒരു കൗണ്ടർ പാർട്ടി എന്ത് പറഞ്ഞാലും അപ്പൊ തന്നെ നമ്മൾ മറുപടി പറയണമെന്നൊന്നുമില്ല. നമുക്കൊന്ന് ആലോചിച്ച് നമ്മുടെ ബോഡി ലാംഗ്വേജിലൊക്കെ നമ്മുടെ മുഖത്തൊക്കെ ആ ഭാവമൊക്കെ മാറ്റിയിട്ടായിരിക്കണം എല്ലാം നമ്മൾ വായ കൊണ്ട് തന്നെ സംസാരിക്കണമെന്നില്ല. അതിലേക്ക് വരാം. അപ്പൊ നമ്മൾ ആ ഒരു സാധനം നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം. നമ്മൾ ആ സൈലൻസിനെ ഉപയോഗിക്കണം. സൗണ്ട് നമ്മൾ വർത്താനം പറയുന്നത് കുറച്ച് ഒബ്സർവ് ചെയ്തിട്ടും നമ്മുടെ ബോഡി ലാംഗ്വേജിലും ഫേസിലൊക്കെ ആയിരിക്കണം നമ്മൾ ഇത് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ബോഡി ലാംഗ്വേജിൽ ഇറ്റ്സ് ഇമ്പോസിബിൾ പ്രൈസ്, നോ ഐ കനോട്ട്. അങ്ങനെ ചില കാര്യങ്ങൾ നമ്മളൊരു നോ പറയുമ്പോൾ നമ്മുടെ മുഖത്തും നമ്മുടെ വാക്കുകളും ഇതുണ്ടായിരിക്കണം. ഇതിനെ പ്രൊഫഷണൽ ഫ്ലിഞ്ച് എന്നാണ് പറയാം. പ്രൊഫഷണൽ ഫ്ലിഞ്ച് എന്ന് ഞാൻ കുറച്ച് എക്സാമ്പിളിലൂടെ പറഞ്ഞു തന്നാൽ നിങ്ങൾക്ക് വളരെ വളരെ ക്ലിയർ. ഈ പ്രൊഫഷണൽ ഫ്ലിഞ്ച് ഭയങ്കരമായിട്ട് എന്ത് ചെയ്യേണ്ടതാണ്, നമ്മുടെ നെഗോഷിയേഷനിൽ യൂസ്ഫുൾ ആവുന്ന ഒരു സാധനമാണ്. ഇപ്പൊ ഷെഫീഖ് കാർ മേടിച്ചത് നമുക്കറിയാം. ഷെഫീഖ് കാർ മേടിച്ച് 2 വർഷം നന്നായിട്ട് ഓടി, ഷെഫീഖ് ഭയങ്കര ഹാപ്പി. ഒരു ദിവസം ഷെഫീഖ് ജബലലിയിൽ നിന്ന് ഇങ്ങനെ ഷെഫീഖ് താമസിക്കുന്ന ഇന്റർനാഷണലിലേക്ക് വരുമ്പോൾ ഒരു സൗണ്ട് ഇങ്ങനെ കേട്ടു. ഒരു വണ്ടിയുടെ ഒരു സുഖമില്ലാത്തൊരു സൗണ്ട് പോലെ. ഇതുവരെ ഷെഫീഖിന് ഉണ്ടായിട്ടില്ല. ഷെഫീഖാണ് വണ്ടി അത്രയും കെയർ ചെയ്ത് കൊണ്ടുനടക്കുന്ന ഒരാളാണ്. അപ്പൊ ഷെഫീഖ് വിചാരിച്ചു വർക്ക്ഷോപ്പിൽ ഒന്ന് കാണിക്കാം. നമ്മളെ റാസൽകോർ ആ ഏരിയയിൽ വർക്ക്ഷോപ്പ് ഉണ്ടല്ലോ, അവിടെ ഒന്ന് കാണിക്കാം. അപ്പൊ ഷെഫീഖിന്റെ മനസ്സിൽ എന്താണുള്ളത്, ഒരു 500 ദിർഹം ആവുമായിരിക്കും.
അതിൻ്റെ ഉള്ളിൽ നിന്നാ മതിയായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഷെഫീക്ക് ഗ്യാരേജിൽ പോണത്. ഷെഫീക്ക് ഗ്യാരേജിലെത്തി, വണ്ടി പാർക്ക് ചെയ്തു, ടെക്നീഷ്യൻ വന്നു. ടെക്നീഷ്യൻ വന്നിട്ട് സെയിം ബോണറ്റ് തുറക്കാൻ പറഞ്ഞു. ബോണറ്റ് തുറന്ന ഉടനെ ടെക്നീഷ്യൻ പെട്ടെന്ന് വേഗം പിറകി പോയിട്ട് ഒരു ടോർച്ചൊക്കെ എടുത്തു വന്നു. എന്നിട്ട് ബോണറ്റ് വണ്ടിയിലേക്ക് അടിച്ചിട്ട് ഷെഫീക്കിനെ അയാള് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു അസ്വസ്ഥമായിട്ട് ഒന്ന് അങ്ങോട്ടൊക്കെ നോക്കി. വീണ്ടും ബോണറ്റിൽ നോക്കുന്നു, ഷെഫീക്കിന്റെ മുഖത്ത് നോക്കുന്നു. ഇപ്പൊ എന്താ സംഭവിച്ചേ? ഷെഫീക്ക് മെന്റലി പ്രിപ്പയർഡ് ആയി. 500 ദിർഹം കൊടുക്കാൻ ഉദ്ദേശിച്ച ഷെഫീക്ക് ഇപ്പൊ 1000 തീർന്നാൽ മതി എന്നുള്ള ഒരു മെന്റൽ ഏരിയയിലേക്ക് ഷെഫീക്ക് എത്തി. അതെന്താണ്? അതൊരു പ്രൊഫഷണൽ ഫ്ലിഞ്ച് ആണ്. അതേപോലെ ഒരു സാധനമാണ്. ഇപ്പൊ നിങ്ങൾ ഒരു മീറ്റിങ്ങിന് പോവാ. നിങ്ങൾ മീറ്റിങ്ങിന് ഒറ്റയ്ക്ക് ഒരു പ്രൊഫഷണൽ ഡ്രസ്സിംഗ് ഒന്നല്ലാതെ, അല്ലെങ്കിൽ നിങ്ങൾ ഉദ്ദേശിച്ച രീതിയിലുള്ള ഒരു കപ്പാസിറ്റി നല്ല ഒറ്റയ്ക്ക് പോകുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നിങ്ങളൊരു സിംഗിൾ വോയിസ് ആണ് അവിടെ ഉണ്ടാകുന്നത്. അവിടെ ബാക്കിയുള്ളവനെ ചിലപ്പോൾ ബാക്കിയുള്ള എതിർ പാർട്ടി ചിലപ്പോൾ ഒരു ഗ്യാങ് ആയിട്ടാണ് വന്നിട്ടുണ്ടാവുക. അവർക്ക് പെട്ടെന്ന് എപ്പോഴും നിങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങളെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു, ഒരാൾ പറഞ്ഞ് ഒബ്ജക്ട് ചെയ്യുമ്പോൾ അടുത്ത ആൾക്ക് വീണ്ടും ഒബ്ജക്ട് ചെയ്യാൻ പറ്റും. അപ്പൊ നിങ്ങൾ എപ്പോഴും ചുരുങ്ങി പോകും. അപ്പൊ എപ്പോഴും മീറ്റിങ്ങിന് പോകുമ്പോൾ ഒരു 3-4 ആളുകൾ ഡിഫറെന്റ് ഏജ് ഗ്രൂപ്പോ അല്ലെങ്കിൽ ഡിഫറെന്റ് ജെൻഡറോ ഉള്ള ഒരു 3 ആളുകൾ അല്ലെങ്കിൽ 4 ആളുകളൊക്കെ ആയിട്ട് പോവുകയാണെങ്കിൽ നമുക്ക് പവർ നമ്മളെടുത്ത് കിട്ടാനുള്ള ഒരു ചാൻസസ് കൂടുതലാണ്. ഈ 4 ആളെയും വിഷമിപ്പിക്കുക, ഈ 4 ആൾക്കും നോ പറയുക എന്ന് പറയുന്നത് സാധാരണ ഒരാളെ സംബന്ധിച്ചിട്ട് എന്താണ്, അത്ര ഈസി ഉള്ള കാര്യമില്ല. ഞാൻ കുറച്ച് സ്പീഡിൽ പോകുന്നുണ്ട്, നമ്മുടെ ടൈം ഒരു പ്രശ്നമാണ്. പിന്നെ പ്രൊഫഷണൽ ഫ്ലിഞ്ചിന്റെ അടുത്ത മാതൃക ഞാൻ ബെസ്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ, നിങ്ങൾ നാട്ടിൽ ഇപ്പൊ ഷെഫീക്ക് നാട്ടിൽ പോയി, ഒന്ന് ഷെഫീക്കിനെ പിടിക്കാം. ഷെഫീക്ക് നാട്ടിൽ പോയി. ഷെഫീക്ക് അത്യാവശ്യം ഭയങ്കര ഒരു ബിസിനസ്സുകാരനാണ് എന്നുള്ളതൊക്കെ നാട്ടുകാർക്കൊക്കെ അറിയാം. അങ്ങനെ അവിടെ പള്ളിയിൽ മസ്ജിദിൽ സോളാർ വെക്കുന്നുണ്ട്. അങ്ങനെ ഷെഫീക്ക് വീട്ടിലിങ്ങനെ ഇരിക്കുകയാണ്, ഉമ്മറത്തിരിക്കുകയാണ്. അങ്ങനെ പള്ളി കമ്മിറ്റിയും ഭാരവാഹികളും ഒക്കെ വന്ന് ഷെഫീക്ക് കയറി ഇരിക്കാൻ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുക. അങ്ങനെ ഒരാൾ പറഞ്ഞു, ഷെഫീക്ക് പണ്ട് ഇവിടെ ക്രിക്കറ്റ് കളിച്ച് നടന്നിരുന്ന പയ്യനാണ്, ഇപ്പൊ കണ്ടോ ഓന്റെ ഹാർഡ് വർക്ക് തന്നെയാണ്, ഓൻ ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ടിക്കണ്, ആ കുടുംബത്തിൽ നിന്ന് ആദ്യമായിട്ടില്ല ഇങ്ങനെ ഒരു ബിസിനസ്സുകാരൻ വരുന്നത് എന്നൊക്കെ പറഞ്ഞു. ഒരാൾ ഷെഫീക്കിനെ പുകഴ്ത്തുന്നു, മറ്റാൾ ഷെഫീക്കിനെ. അങ്ങനെ അവിടെ ഒരു സോഷ്യൽ സർക്കിൾ എന്തായി സെറ്റായിട്ട് വന്നു. ഷെഫീക്ക് വലിയൊരു മുതലാളിയാണ് എന്നുള്ളത് അവിടെ സ്ഥാപിച്ച്. 1000 രൂപ കൊടുക്കാൻ ഉദ്ദേശിച്ച ഷെഫീഖ് ഇനി അവിടെ നിന്ന് 10,000 കൊടുക്കാതെ ഷെഫീഖിന് എന്ത് ചെയ്യാൻ പറ്റില്ല. ഷെഫീഖിന്റെ ആ സെൽഫ് എസ്റ്റീമിനെ ഡൗൺ ചെയ്യുന്ന രീതിയിലേക്ക് ഇവരെന്ത് ചെയ്ത് ഓൾറെഡി ആ ഒരു സോഷ്യൽ സെറ്റിംഗ് ഉണ്ടാക്കി വെച്ച്. ആ സെറ്റിംഗ് എങ്ങനെ ഉണ്ടാക്കി വെച്ച്, ഒത്തിരി ആള് വന്നു, ഷെഫീഖിനെ ആദ്യം പ്രൈസ് ചെയ്തു, ഷെഫീഖിന്റെ പഴയ കാര്യങ്ങൾ പറഞ്ഞു. ഇങ്ങനെ ഷെഫീഖിന് ഒരിക്കലും ഒരു താഴത്തെ അവരുണ്ടാക്കി വെച്ച ആ ചില്ലുകൊട്ടാരത്തിൽ നിന്ന് താഴേക്ക് വരാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ എന്തില്ല ഇപ്പൊ ഷെഫീഖിനില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു സോഷ്യൽ സെറ്റിംഗ് എപ്പോഴും എന്തുണ്ടാക്കും, പല കാര്യങ്ങളും നമ്മുടെ നാട്ടിലൊക്കെ ഈസി ആയിട്ടുണ്ട്, നമ്മുടെ ഫ്രണ്ട്സിന്റെ ഇടയിലും ഒക്കെ ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. നമ്മൾ കൂടുതലായിട്ട് പ്രൈസ് ചെയ്യുക, നമ്മുടെ നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മളെ വേറെ ഒരു ലോകത്തേക്ക് എത്തിച്ചിട്ട് നമ്മളുടെ അടുത്ത് നിന്ന് എന്തെങ്കിലും മേടിക്കാനുള്ള അല്ലെങ്കിൽ നെഗോഷിയേറ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ നോക്കുക. അപ്പൊ അങ്ങനത്തെ ഇതും ഒരു പ്രൊഫഷണൽ ഫ്ലിഞ്ചിന്റെ ഒരു മാതൃകയാണ്. കുറെ ടെക്നിക്കുകളുണ്ട്. അതിൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാകുന്ന കുറച്ച് സാധനങ്ങളാണ് ഞാൻ പറയുന്നത്. അതൊക്കെ നമുക്ക് പലപ്പോഴും പറ്റാറുണ്ട്. നാട്ടിലെ ക്ലബിലെ വാർഷികത്തിന് ഇതിനൊക്കെ പിരിവ് ചോദിക്കുമ്പോൾ എല്ലാവരും കൂടെ വന്ന് വളഞ്ഞു കെട്ടി അങ്ങനെയൊക്കെ സംസാരിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു ലെവലിൽ കുഴപ്പമില്ല. അതായത് നമ്മളൊരു ഉറ്റ ചങ്ങാതിയാണ് ചോദിക്കുന്നെങ്കിൽ എന്ത് ചെയ്യും, നമ്മള് അത് അഡ്ജസ്റ്റ് ചെയ്യും. അടുത്തതാണ് പ്രഷർ എന്ന് പറയുന്നത്. അവർക്ക് എത്രമാത്രം സമയമുണ്ട്, അവർക്ക് ഈ പ്രൊഡക്റ്റ് നമ്മൾ കൊടുക്കുന്ന ഈ സർവീസ് എത്രമാത്രം ആവശ്യമുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കണം. അവർക്ക് ഈ മാസത്തിൽ തന്നെ ചെയ്യേണ്ട കാര്യമാണെങ്കിൽ നമുക്ക് എന്താണ് ആ ടൈം ഉപയോഗിക്കുക. ഇപ്പോഴാണെങ്കിൽ ഈ വീക്കിലാണെങ്കിൽ നമുക്കൊരു സ്പെഷ്യൽ ഓഫർ നമ്മളെ പ്രിൻസിപ്പൽ കമ്പനി അഗ്രി ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ വീക്കിലാണെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത്ര ചെയ്യാൻ പറ്റും. ഈ വീക്കിലാണെങ്കിൽ എൻ്റെ പ്രൈസ് എനിക്കൊരു 10% ഡിസ്കൗണ്ട് തരാൻ പറ്റും. ഇന്നാണെങ്കിൽ എനിക്കൊരു ഒരു 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 10% അല്ലെങ്കിൽ 15% ഡിസ്കൗണ്ട് തരാൻ പറ്റും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ആ പ്രഷർ ചെയ്യുക. ആ ടൈം, അവരുടെ എതിർ പാർട്ടിയുടെ ടൈമിനെ നോക്കിയിട്ട് നമുക്ക് ആ ടൈം വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റണം, പ്രഷർ ചെയ്യാൻ പറ്റണം. അതുപോലെ നെഗോഷിയേഷനിലെ മറ്റൊരു ടാക്ടിക്സ് ആണ് ഈ ഗുഡ് കോപ്പ് ബാഡ് കോപ്പ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, നമ്മൾ മീറ്റിംഗിൽ പോകുമ്പോൾ 2-3 ആളായിട്ട് എന്താ പറയേണ്ടത്, സൈൻ ഓക്കെ സൈൻ 2-3 ആളായിട്ട് പോകണമെന്ന് ഞാൻ സൂചിപ്പിച്ചു. അപ്പോൾ ഈ 2-3 ആളായിട്ട് പോകുമ്പോൾ നമ്മൾ ആദ്യം തന്നെ സെറ്റ് ചെയ്യണം. ഇപ്പൊ ഞാനും മൊയ്നും കൂടിയിട്ട് നമ്മൾ പല മീറ്റിങ്ങിനും തൗഫീലിന് വേണ്ടിയിട്ട് പോകുമ്പോൾ ചിലപ്പോൾ മൊയ്ൻ എന്തായിരിക്കും അവിടെ നല്ലൊരു ഗുഡ് കോപ്പ് ആയിരിക്കും, നല്ല വ്യക്തിയായിരിക്കും. ഞാൻ എന്തായിരിക്കും ചിലപ്പോൾ ഒരു ബാഡ് കോപ്പ് ആയിരിക്കും. അപ്പൊ ഞാനാവും ചിലപ്പോൾ ഒരു ഹാർഡ് നെഗോഷിയേഷൻ, അല്ലെങ്കിൽ സപ്ലയർക്ക് അല്ലെങ്കിൽ നമ്മുടെ എതിർ പാർട്ടിക്ക് ഇഷ്ടമുണ്ടാവാൻ ചാൻസ് ഇല്ലാത്ത കാര്യങ്ങൾ ചിലപ്പോൾ ആരായിരിക്കും സംസാരിക്കുക, ഞാനായിരിക്കും സംസാരിക്കുക. അപ്പോൾ ഞാൻ ഈ സപ്ലയറുടെ മുന്നിൽ, ആ ആളുടെ മുന്നിൽ ഞാൻ എപ്പോഴും എന്താവും,
ഒന്ന് റോങ് ആയിട്ട് അല്ലെങ്കിൽ ഒരു അഗ്രസീവ് നെഗോഷിയേഷനിലേക്ക് പോകും. അപ്പോൾ എന്നിട്ട് ഞാനും ഇപ്പൊ സപ്ലയറും കൂടി തെറ്റി അല്ലെങ്കിൽ ഒരു റോങ് സിറ്റുവേഷൻ ഉണ്ടാവുകയാണെങ്കിൽ മോയിനെ എന്ത് പറയാ, പിന്നെ അത് കഴിഞ്ഞിട്ടൊക്കെ ഒരു ഡിസ്കഷൻ പറയാം, ഷെഫീർ കുറച്ച് അഗ്രസീവായി, അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു, ഞാനത് സംസാരിക്കുക, ഇനി നമുക്കത് അങ്ങനെ ഉണ്ടാവില്ല, നിങ്ങൾ ഇതിലേക്കൊന്ന് എത്തിക്കാൻ പറ്റുകയാണെങ്കിൽ നന്നായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ എന്ത് ചെയ്യാം, ഒരാൾ നല്ല ആളും ഒരാൾ മോശം ആളുമായിട്ട് നമുക്ക് അവിടെ ഗുഡ് കോപ്പ് ബാഡ് കോപ്പ് എന്നുള്ള രീതിയിൽ പ്ലേ ചെയ്യാൻ പറ്റും. നമുക്ക് ഇപ്പൊ എനിക്ക് മോയിനെ അറിയാം, നമ്മൾ രണ്ടാളും കമ്പനിക്ക് വേണ്ടി ഒരു ഒബ്ജക്റ്റീവിന് വേണ്ടിയിട്ട് ഒരു ഗോളിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പൊ നമ്മളെ സംബന്ധിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ആയാലും എന്തില്ല, പ്രശ്നമില്ല. പക്ഷെ ഐഡിയലി നമ്മുടെ ആ ഒരു ലക്ഷ്യം എന്താണ്, നമുക്ക് അവിടെ കിട്ടുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട് നമുക്കൊരു ഈ ഗുഡ് കോപ്പ് ബാഡ് കോപ്പ് എന്നുള്ള രീതിയിലൊക്കെ പലപ്പോഴും നമുക്ക് ചെയ്യാം. അപ്പൊ ഈ എപ്പോഴും നമ്മൾ ഒരാളായിട്ട് ഡിസിഷൻ മേക്കുമ്പോൾ അവിടെ നമ്മൾ ലോക്ക് ആവാണ്, അതിന്റെ അപ്പുറത്തേക്ക് പോകാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി നമുക്കില്ല. അപ്പൊ നമുക്ക് 2-3 ആളുകൾ ഉണ്ടെങ്കിൽ ഒരാൾ ലോക്ക് ആയാലും അടുത്ത ആൾക്ക് എന്ത് ചെയ്യാം, അപ്പുറത്തെ റൂട്ടിലൂടെ വന്നിട്ട് നമുക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്യട്ടെ, ഞാനൊന്ന് സംസാരിച്ച് നോക്കട്ടെ എന്നൊക്കെ പറയാം. പിന്നെ രണ്ടാമത് നമ്മൾ എപ്പോഴും ഉപദേശിക്കുന്നത്, ഇപ്പൊ നിങ്ങൾ തന്നെ ഇപ്പൊ ഷെഫീഖ് എന്നെ കമ്പനിയുടെ ഓണർ അല്ലെങ്കിൽ ഷിനാസ് എന്നെ കമ്പനിയുടെ ഓണർ ആണെങ്കിലും ഷിനാസ് ഒരു നെഗോഷിയേഷനിൽ ഇരിക്കുമ്പോൾ ഒരു അൾട്ടിമേറ്റ് ഡിസിഷൻ മേക്കർ ആണ് എന്ന് അവരുടെ അടുത്ത് കാണിക്കാതിരിക്കും. ഞാൻ ഫിനാൻസ് ആയിട്ട് ഒന്ന് ഡിസ്കസ് ചെയ്യട്ടെ, ഈ മാസം നമുക്ക് പേയ്മെന്റ് കിട്ടിയില്ലെങ്കിൽ നല്ലൊരു പ്രശ്നമാണ്, നമ്മുടെ ക്യാഷ് ഫ്ലോ കംപ്ലീറ്റ് പ്രശ്നത്തിലാണ്, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, നമുക്ക് ഈ മാസം പേയ്മെന്റ് കിട്ടിയേ പറ്റുള്ളൂ, ഞാൻ ഫിനാൻസിനായിട്ട് ഒന്ന് സംസാരിക്കട്ടെ. ചിലപ്പോൾ ഷെഫീഖ് അല്ലെങ്കിൽ ഷിനാസ് അവർ ഓണറാണ്, അവരാണ് അൾട്ടിമേറ്റ് ഡിസിഷൻ മേക്കർ. പക്ഷെ എന്നാലും പറയുമ്പോൾ ഞാൻ ഫിനാൻസുമായിട്ട് സംസാരിക്കട്ടെ, ഞാൻ മാനേജ്മെന്റുമായിട്ടൊന്ന് ഡിസ്കസ് ചെയ്യട്ടെ, ഞാൻ ബോർഡിനായിട്ട് ഒന്ന് ഒരു നെക്സ്റ്റ് മീറ്റിംഗിൽ സംസാരിക്കട്ടെ, ഇങ്ങനെയുള്ള പദങ്ങളായിരിക്കണം. അത് ഡിഫറെന്റ് സിറ്റുവേഷൻ ഉണ്ട്. അപ്പൊ ചിലയിടത്ത് നമ്മളാണ് ഡിസിഷൻ മേക്കർ എന്ന് കാണിക്കേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടാവും, ആ സമയത്ത് നമ്മൾ കാണിക്കണം. അതേസമയം നമ്മളാണ് ഡിസിഷൻ മേക്കർ അല്ലെങ്കിൽ ഇന്ന ആളാണ് ചെയ്യുന്നത്. ഇപ്പൊ തൗഫീൽ ഒരു കസ്റ്റമർ പേയ്മെന്റിന് വിളിക്കുകയാണ്, അപ്പൊ ഞാൻ പറയാണ്, ഞാൻ മൊയിനെ, ചിലപ്പോൾ മൊയിനായിരിക്കും അവിടെ ഒരു അൾട്ടിമേറ്റ് ഡിസിഷൻ എടുക്കുന്ന ഒരാൾ, ഞാൻ പറയട്ടെ, ഞാൻ മൊയിനോടൊന്ന് ചോദിക്കട്ടെ, മൊയിനാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ ഡിസിഷൻ എടുക്കാറുള്ളത് എന്നല്ല ഞാൻ പറയാം, ഞാൻ ഫിനാൻസുമായിട്ടൊന്ന് ചെക്ക് ചെയ്യട്ടെ. അപ്പൊ മൊയിനാണ് അല്ലെങ്കിൽ ആ വ്യക്തിയുടെ പേര് പറയുമ്പോൾ എന്താണ്, ഇവർ ഡയറക്റ്റ് മൊയിനെ വിളിക്കും. അപ്പൊ മൊയിന് പിന്നെ അവിടെ എന്തില്ല, അവിടെ ഒരു ഹോൾഡ് ചെയ്യാനോ അത് പ്ലേ ചെയ്യാനോ ഉള്ള റോൾ ഇല്ല. അതേസമയം നമ്മൾ പറയണം, ഞാൻ ഫിനാൻസുമായി ചെക്ക് ചെയ്യട്ടെ, ഞാൻ മാനേജ്മെന്റുമായിട്ട് ഞാൻ ഡിസ്കസ് ചെയ്യട്ടെ, ഞാനൊന്ന് നമ്മുടെ ബോസുമായിട്ട് സംസാരിക്കും, ഇങ്ങനെയുള്ള ഡിഫറെന്റ് ടെർമിനോളജി ഉപയോഗിക്കുമ്പോൾ ഇവർക്ക് ഡയറക്റ്റ് ആക്സസ് കിട്ടില്ല. ഇപ്പൊ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ഫൈസൽ ഒരു ഇലക്ട്രിക് ഷോപ്പാണ്, അതിന്റെ ഹോൾസെയിലാണ്, B2B ബിസിനസ് ആണ്. അപ്പൊ ഫൈസലിന് 2 ബിസിനസ് കാർഡ് ഉണ്ട്. ഫൈസലിന്റെ സ്കൂളിലേക്ക്, ഫൈസലിന്റെ മക്കളുടെ സ്കൂള് അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യത്തിലേക്ക് പോകുമ്പോൾ ഫൈസല് അതിന്റെ ഒരു മാനേജിങ് ഡയറക്ടർ ആയിട്ടുള്ള ബിസിനസ്സുകാരുണ്ട്. സപ്ലൈ മീൻസ് ഫൈസലിന്റെ പൈസ തരാനുള്ള മാർക്കറ്റിൽ പോകുമ്പോൾ ഫൈസൽ എന്തുണ്ട്, സെയിൽസ്മാൻ എന്നുള്ള ബിസിനസ് കാർഡ്. അപ്പൊ ഫൈസൽ എന്നിട്ട് ഈ പൈസ കിട്ടുന്നത് വരെ അവിടെ ഇരിക്കും, ബോസ് ആകെ പ്രശ്നമാണെന്ന്, ഞാൻ ചെന്നില്ലെങ്കിൽ എന്റെ ശമ്പളം കിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവന് കേവലം ഒരു സെയിൽസ്മാൻ ആണ്, ഇതൊന്നും തീരുമാനിക്കാനോ അത് കുറക്കാനോ അല്ലെങ്കിൽ പേയ്മെന്റ് ഡിലേ ചെയ്യാനുള്ള അധികാരമൊന്നും അവനില്ല എന്നുള്ള രീതിയിൽ പ്ലേ ചെയ്യും. അപ്പൊ അതും നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, നെഗോഷിയേഷനിൽ ഇങ്ങനെയുള്ള പല പല സ്ട്രാറ്റജികളും ഉപയോഗിക്കേണ്ടി വരും. പിന്നെ അടുത്തൊരു സ്ട്രാറ്റജിയാണ്, കുറച്ച് നാറിയ സ്ട്രാറ്റജി ആണെങ്കിലും, ഈ ക്രോസ് ജെൻഡർ ടാക്ടിക്സ് എന്ന് പറയും. ഇപ്പൊ ക്രോസ് ജെൻഡർ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ചില മെയിൽ ഡോമിനേറ്റഡ് ആയിട്ടുള്ള കുറെ എന്താ പറയാ ഇൻഡസ്ട്രികൾ ഉണ്ടായിരിക്കും. ലൈക്ക് ഇപ്പൊ റെസ്റ്റോറന്റ് ഫുള്ളാണ് കളിക്കാരം, ചിലപ്പോൾ ഗ്രോസറി സൂപ്പർ മാർക്കറ്റ് ഫുള്ളാണ് കളിക്കാം. ഇങ്ങനത്തെ ഇതിൽ നമ്മളെക്കാട്ടും ചിലപ്പോൾ ഒരു ബെറ്റർ ഡീല് കിട്ടാൻ ചിലപ്പോൾ നമ്മുടെ ഒരു ലേഡി സ്റ്റാഫ് സംസാരിച്ച ചാൻസ് ഉണ്ട്. അതൊരു പോസിറ്റീവായിട്ട് തന്നെ നിങ്ങൾ കണ്ടാൽ മതി. ഇപ്പൊ ഞാനിപ്പോ വീട്ടിൽ നിന്ന് രാത്രി ഭക്ഷണം ഓർഡർ ചെയ്യുകയാണെന്ന് വിചാരിച്ചു, ഞാൻ ചാർക്കോളൊക്കെ ഓർഡർ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞ ചിലപ്പോൾ എന്ത് ചെയ്യില്ല, ചിലപ്പോൾ ആ മുളകും മറ്റുള്ള സാധനങ്ങളൊന്നും ചില സമയത്ത് മിക്കവാറും ഇടാറില്ല. പക്ഷെ അത് വൈഫ് പറയുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ എന്ത് ചെയ്യാറുണ്ട്, കിട്ടാറുണ്ട്. അത് ആ ഒരു ഇൻഡസ്ട്രി അങ്ങനെയാണ്. അപ്പോൾ ചില സമയങ്ങളിൽ ലേഡി ആ ക്രോസ് ജെൻഡർ ആരാണ് എന്നുള്ളത്, അല്ലെങ്കിൽ ആ ക്രോസ് ജെൻഡറിന് എപ്പോഴും ടാക്ട്, അല്ലെങ്കിൽ നമ്മുടെ ഒരു ടീമിൽ 2-3 ആളുണ്ടാവും. ഇപ്പൊ നമ്മളൊരു റെന്റ് നെഗോഷിയേറ്റ് ചെയ്യാൻ പോകുമ്പോൾ നമ്മൾ ഒറ്റക്ക് പോണത് നമ്മുടെ വൈഫും കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ആ എതിർ പാർട്ടിക്ക് ഇവരൊക്കെ മുന്നിൽ ഞാൻ എന്ത് ചെയ്യാണ്, ഒരു റോങ് പേഴ്സൺ ആയിട്ട് മാറുകയാണ് എന്നുള്ള ഒരു ഗിൽട്ട് ഫീലിംഗ് ഉണ്ടായിരിക്കും. അത് ചിലപ്പോൾ ഒരു ആണുങ്ങൾ മാത്രം ഉണ്ടായിരിക്കും, ചിലപ്പോൾ അത് ഉണ്ടാവണമെന്നില്ല. ചിലപ്പോൾ ഒരു ഫാമിലി സർക്കിളിൽ, ചിലപ്പോൾ നമ്മളൊരു ഡിഫറെന്റ് നാഷണാലിറ്റി, ഡിഫറെന്റ് എത്തിസിറ്റി, ഡിഫറെന്റ് ജെൻഡേഴ്സ് ഒക്കെ ഉള്ള ഒരു എൻവയോൺമെന്റ് നമ്മുടെ കൂടെ, നമ്മുടെ ടീമൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ എല്ലാവരുടെയും മുന്നിൽ മോശമാക്കുക എന്നുള്ളത് എന്താണ്, ഒരു മോശക്കേടാകുന്നതുകൊണ്ട് ചിലപ്പോൾ നമുക്കൊരു ബെസ്റ്റ് ഡീറ്റ് കിട്ടാനുള്ള ചാൻസസുകൾ ഉണ്ട്. അപ്പൊ അതിനനുസരിച്ച് ആ സിറ്റുവേഷൻ അനുസരിച്ചിട്ടുള്ള ആളുകൾ, സിറ്റുവേഷൻ അനുസരിച്ചുള്ള ഏജ് ഗ്രൂപ്പ്, സിറ്റുവേഷൻ അനുസരിച്ചുള്ള സെറ്റിങ്ങുകൾ നമുക്ക് അവിടെ ഉണ്ടായിരിക്കുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയ ഒരു സംഭവമാണ്. പിന്നെ ഈ വേയുടെ ഒരു അറ്റ്മോസ്ഫിയറിൽ നമ്മുടെ ബിൽഡിംഗ് റിലേഷൻഷിപ്പാണ് കൂടുതൽ, അതിനുശേഷമാണ് എല്ലാവരും നെഗോഷിയേഷനും വരാറുള്ളത്. പ്രത്യേകിച്ച് ഒരു അറേബ്യൻ ഒരു കോൾ വന്നതാണ്, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നത്. ഓക്കെ, ഒരു അറേബ്യൻ കേൾക്കുന്നുണ്ടല്ലോ അല്ലേ?
അല്ലെങ്കിൽ യെസ്, കേൾക്കാം ഓക്കെ കേൾക്കാം. ഓക്കെ ഫൈൻ ഫൈൻ ഫൈൻ. അപ്പൊ ഒരു അറേബ്യൻ കൾച്ചറിൽ എപ്പോഴും റിലേഷൻഷിപ്പിന് എപ്പോഴും ഇമ്പോർട്ടന്റ് ഉള്ള കാരണം നമ്മൾ ഒരു ഏത് നെഗോഷിയേഷനിലേക്ക് പോകുമ്പോൾ അതിന്റെ മുന്നേ ഒരു റാപ്പോയും ഒരു റിലേഷൻഷിപ്പും കൂടെ നമ്മൾ എന്ത് ചെയ്യണം, പരസ്പരം നോക്കേണ്ടതുണ്ട്. പിന്നെ നെഗോഷിയേഷനിൽ നമ്മൾ എപ്പോഴും, ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മളൊരു 20% ഒരു മീറ്റിംഗിൽ സംസാരിക്കാൻ പാടുള്ളൂ, ബാക്കി നമ്മൾ ഒബ്സർവ് ചെയ്യണം എന്ന് പറഞ്ഞു. ഈ ഒബ്സർവ് ചെയ്യുമ്പോൾ ഉള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഒരാള് എന്ത് ചെയ്യാണ്, എതിർ പാർട്ടി ഈ നന്നായിട്ട് വേർക്കുന്നുണ്ട്. ഇപ്പൊ അയാൾ പറയണ ബെസ്റ്റ് ആയിട്ട് എനിക്ക് 100 ചെയ്യാൻ പറ്റുള്ളൂ, വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് മൂക്ക് ചൊറിയ, തല ചൊറിയ, അതൊക്കെ ചെയ്യണമെങ്കിൽ അതൊക്കെ അയാളുടെ നെർവ്നെസ് എന്ത് ചെയ്യാണ്, പുറത്തു വരികയാണ്. അത് അയാൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത. ഇപ്പൊ നമ്മളെ തുമ്മല് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, അതേപോലെ നമ്മൾ ഗിൽട്ട് ചെയ്യുമ്പോൾ, നമ്മളൊരു ലൈ പറയുമ്പോൾ, നുണ പറയുമ്പോൾ, നമ്മുടെ ബോഡിയിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത കുറെ സാധനങ്ങൾ വരും. അതിൽ പ്രധാനപ്പെട്ടതാണ് നോസ് ടച്ച് ചെയ്യുക. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, തല ചൊറിയ, അല്ലെങ്കിൽ വിയർക്കുക, ഇങ്ങനെ വോയിസിൽ ഒരു സ്ട്രെസ് വരിക, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എന്തുണ്ടാവും, പലപ്പോഴും എന്തുണ്ടാവാറുണ്ട് ആളുകൾക്ക് വരും. അപ്പൊ ഇത് നമ്മൾ എന്ത് ചെയ്യണം, ഭയങ്കരമായിട്ട് നമ്മൾ ഒബ്സർവ് ചെയ്യണം. അവരുടെ മുഖത്ത് തന്നെ നോക്കിയാൽ, അല്ലെങ്കിൽ ബ്ലിങ്ക് ചെയ്യുന്നത്, സാധാരണ ഒരു മിനിറ്റിൽ 3-4 ബ്ലിങ്ക് ചെയ്യുന്നത് ചിലപ്പോൾ നമ്മളൊരു നുണ പറയുന്ന സമയത്ത്, ഇങ്ങനത്തെ ഒരു പ്രഷർ സമയത്ത് എന്ത് ചെയ്യും, നമ്മളെ തൊണ്ട ഇടറും, ബ്ലിങ്കിങ് കൂടും, അതുപോലെ തന്നെ നമ്മൾ തലച്ചൊറിയാൻ പറ്റും. ഇങ്ങനെയുള്ള കുറേ സാധനങ്ങൾ എന്ത് ചെയ്യും, അൾട്ടിമേറ്റ് ആയിട്ട് നിങ്ങൾ ഇന്ന് തന്നെ ആരെടുത്തെങ്കിലും സംസാരിക്കുമ്പോൾ ഇതൊക്കെ ശ്രദ്ധിച്ചാൽ മതി. അതുപോലെ തന്നെ നമ്മുടെ ഷൂ ഒക്കെ നോക്കുകയാണെങ്കിൽ കാലിങ്ങനെ കുറച്ച് എലിവേറ്റ് ആവും, ഒന്ന് ഫ്രണ്ടിൽ, എന്താ പറയുക, മുകളിലോട്ട് ഇങ്ങനെ വരും. നമ്മളൊരു നുണ പറയുമ്പോൾ, നമുക്ക് ഇഷ്ടമില്ലാത്ത നമ്മുടെ ഒരു തെറ്റായ ഒരു കാര്യം പറയുമ്പോൾ, ലൈ ചെയ്യുമ്പോൾ, നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ബോഡിയിൽ നിന്ന് കുറേ ഇതുണ്ട്. എല്ലാം സംസാരിച്ചിട്ട് തന്നെ മനസ്സിലാക്കണമെന്നില്ല. നമ്മൾ സംസാരത്തിനപ്പുറത്തേക്കുള്ള അൺകൺട്രോൾ ആയിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരുപാട് വികാരങ്ങൾ എന്തുണ്ട്, നമ്മുടെ ബോഡിയിൽ ഉണ്ടായിരിക്കും. അപ്പൊ അത് ഒബ്സർവ് ചെയ്യുക, അത് മനസ്സിലാക്കുക എന്നുള്ളതും നെഗോഷിയേഷനിൽ ഭയങ്കര ഒരു ടാക്ടിക്സ് ആണ്. ഇപ്പൊ ഈ ഹിപ്നോട്ടിസ് ആയാലും ഇതായാലും ഇപ്പൊ പല കേസുകളിലും പോലീസുകാരൊക്കെ ഉപയോഗിക്കുന്ന മുറകൾ എന്ന് പറഞ്ഞാൽ അടിച്ചിട്ടും കുത്തിയിട്ടൊന്നല്ല. ചിലത് എന്താ ചെയ്യാൻ പറ്റില്ല, നമുക്ക് പിടിച്ചു വെക്കാൻ പറ്റില്ല. ഇപ്പൊ ഒരു മുളക് അടുപ്പത്തിടുന്ന ഒരു മണം വന്നാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ചുമക്കാതിരിക്കാൻ പറ്റില്ല. അപ്പൊ അങ്ങനത്തെ ഒക്കെ പറയുന്ന പോലെ ചിലത് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് പിടിച്ചു വെക്കാൻ പറ്റില്ല. അപ്പൊ ആ സാധനം എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം. പിന്നെ രണ്ടാമത് നമ്മുടെ പോസ്റ്റേഴ്സ് ആണ്. ഞാൻ ക്യാമറ ഓൺ ആക്കി തന്നെ സംസാരിക്കാൻ കാരണം അതിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ഉള്ളതെന്നല്ല, നമ്മളിപ്പോൾ ഒരു ഫൈനൽ പ്രൈസ് പറയുമ്പോൾ നമ്മൾ കാണിക്കേണ്ട ഒരു ലാംഗ്വേജ്, ഇതിന്റെ ഫൈനൽ ആട്ടോ, എനിക്കൊന്നും ചെയ്യാനില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളൊന്ന് ലീൻ ചെയ്ത് നമ്മൾ വാക്കവയൊക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക് നമ്മുടെ ബോഡി ലാംഗ്വേജിനെ നമ്മൾ മാറ്റുക. അതുപോലെ തന്നെ കണ്ണിൽ നോക്കുക എന്നൊക്കെ പറഞ്ഞാൽ, പിന്നെ ഫിഗർ വെച്ചിട്ടും കളിക്കണം. ഇപ്പോൾ ഒരാളൊരു 100,000 എന്നൊക്കെ പറഞ്ഞാൽ പെട്ടെന്ന് അതുകൊണ്ട് അഗ്രി ചെയ്യുന്നതിനൊക്കെ പകരം നമ്മൾ ഇതൊക്കെ എടുത്ത് കാൽക്കുലേറ്റർ ഒക്കെ എടുത്ത് ഒന്ന് കൂട്ടി ഒരു 90 to 300 വരെയായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. എന്താണ് ആ ഒരു റൗണ്ട് ഫിഗർ എപ്പോഴും നമ്മൾ പറയും, ഒരു 9. അപ്പൊ നമ്മൾ എന്തോ ഒരു കാൽക്കുലേഷന്റെ പുറത്താണ് ഈ ഫിഗർ പറയുന്നത് തരുന്ന ഒരു ഇംപ്രഷൻ എന്ത് ചെയ്യാൻ പറ്റും, ഇയാൾക്ക് കൊടുക്കാൻ പറ്റും. നമ്മൾ എന്തോ ലോജിക്കിന്റെ പുറത്താണ് സംസാരിക്കുന്നത്. നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട്, പ്ലാൻ ചെയ്തിട്ട്, പ്രിപ്പയർ ചെയ്തിട്ട് പറയുന്നത്, വെറുതെ ഒരു സംഖ്യ പറയുന്നതല്ല. എന്തോ അതിലൊരു റീസൺ ഉണ്ട് എന്നുള്ള രീതിയിൽ ഈ എതിർ പാർട്ടിക്ക് മനസ്സിലാവും. അപ്പൊ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം, ഒരു അൺറൗണ്ടഡ് ആയിട്ടുള്ള ഫിഗർ പറയുക, നമ്മൾ കാൽക്കുലേറ്റർ എടുത്ത് നോക്കുക, നമ്മൾ പ്ലാൻ ചെയ്യുക, നമ്മുടെ ഒരു ബജറ്റ് സംസാരിക്കും. ഇപ്പൊ എന്ത് സാധനം മേടിക്കാൻ പോയാലും നമ്മൾ ഇത്രക്ക് തരുമോ എന്ന് ചോദിക്കുന്നതിന് പകരം ദിസ് ഈസ് മൈ ബജറ്റ്, ഇതാണ് എന്റെ ബജറ്റ്. ഇപ്പൊ നാട്ടിലെ ഒരു ക്ലബിൽ നമ്മൾ ട്രോഫി മേടിക്കാൻ പോയി. അന്ന് അവിടുത്തെ എന്തോ ഒരു കുട്ടികൾ ഇതിന്റെ ഒരു ട്രോഫി അപ്പൊ ചങ്ങനകുളത്ത്, എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ. അപ്പോ ഞാൻ അയാളുടെ അടുത്ത് പറഞ്ഞ്, നമ്മുടെ ബജറ്റ് ഇത്ര ഉള്ളൂ, നമുക്ക് 2000-നുള്ളിൽ സാധനം കിട്ടണേ എന്ന് പറഞ്ഞു. അപ്പൊ മൂപ്പര് പറഞ്ഞ്, ഞാൻ തരാം. ഇത് മാന്യമായിട്ടാണ് ചോദിച്ചത്. എന്റെ ബജറ്റ് ഇത്രയാണ്, എനിക്ക് 2000-നുള്ളിൽ കിട്ടണം. ചിലവർ വന്നിട്ട് മറ്റോടത്ത് അവിടെ എത്ര കിട്ടുന്നുണ്ടല്ലോ, ഇവിടെ എത്ര കുറച്ച് കിട്ടുന്നുണ്ടല്ലോ, എന്താണ് ഇവിടെ നിങ്ങൾ അവിടെ എത്ര പൈസ എന്നൊക്കെ ചോദിച്ചത്. നിന്റെ മുതലാണ്, എനിക്ക് കൊടുക്കാൻ താല്പര്യമില്ല എന്നാണ് ഞാൻ പറയല്. പക്ഷെ നീ ചോദിച്ചത്, നിനക്ക് ഇത്രേ തരാൻ പറ്റുള്ളൂ, ഇതാണ് നിന്റെ സിറ്റുവേഷൻ എന്നുള്ളത്, അത് എനിക്ക് മനസ്സിലാവും. എന്നിട്ട് അയാൾ സാധനം തന്നെ. അപ്പൊ നമ്മുടെ ബജറ്റ്, എന്റെ ബജറ്റ് എത്രയാണ്, എനിക്ക് ഇതിലപ്പുറത്തേക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ഇതാണ് എനിക്ക് അപ്രൂവ് ചെയ്ത പ്രൈസ് എന്നൊക്കെയുള്ള രീതിയിലായിരിക്കണം നമ്മൾ ഒരു അൺറൗണ്ടഡ് ആയിട്ടുള്ള ഫിഗർ ഒക്കെ സംസാരിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്കൊന്നും കൂടെ ആളുകളെ വിശ്വസിക്കാൻ പറ്റും. അതുപോലെ തന്നെ ബോഡി ലാംഗ്വേജിൽ നമ്മൾ എപ്പോഴും ഓപ്പൺ ആയിട്ട്, നമ്മൾ വാമായിട്ട് ചിരിച്ച് ഇതായിട്ട് സംസാരിക്കുക. നമ്മളിങ്ങനെ കുനിഞ്ഞിരുന്നിട്ട് കൈയൊക്കെ മടക്കി വെച്ച്, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഇരുന്ന് സംസാരിക്കുമ്പോൾ നമ്മളുടെ എന്താ മുഖത്തൊക്കെ നോക്കാതെ, നമ്മൾ ഫോണിൽ നോക്കി ഇടക്ക് വാച്ചിലൊക്കെ നോക്കി സംസാരിക്കുമ്പോൾ നമ്മുടെ എന്താ പറയുക, നമ്മൾ ആ കസ്റ്റമറിന് കൊടുക്കുന്ന ഒരു കോൺഫിഡൻസ് എന്ന് പറയുന്നത് വളരെ ലോ ആയിരിക്കും. ഞാൻ ടൈമിന്റെ കൊണ്ട് ഞാൻ ഓടിച്ച് പോവാണ്. ഇതൊക്കെ നമുക്ക് കുറെ കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. പിന്നെ നേരത്തെ സംസാരിച്ചവരെ ഒന്നും നമ്മൾ എന്ത് ചെയ്യരുത്, വെറുതെ കൊടുക്കരുത്. എപ്പോഴെങ്കിലും നിങ്ങൾ ഒരു ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട്, നിങ്ങൾ ആള് 100 ദിറത്തിന് ചോദിച്ചു, നിങ്ങൾ 90 ദിറത്തിലേക്ക് എത്തിക്കാനുള്ള ഒരു ഇതുണ്ട്. പക്ഷെ അപ്പൊ അങ്ങനെ 90 ആക്കുന്നതിന് പകരം ഞാൻ ഒരു 95-ലേക്ക് എത്തട്ടെ, നിങ്ങൾ ഒരു 2 മാസത്തിനുള്ളിൽ പേയ്മെന്റ് തരണം. ഞാൻ ഒരു 94-ലേക്ക് എത്താം, നിങ്ങൾ ഒരു 10 ആൾക്കാരെ നിങ്ങളൊന്ന് ഈ മാസം ഒന്ന് റെഫർ ചെയ്ത് തരണം.
ഞാനൊന്ന് കുറക്കാം, എനിക്ക് 2% ഒരു റിബേറ്റ് ആയിട്ട് തരാൻ പറ്റും, നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു ഡാറ്റ നമുക്ക് പറ്റാവുന്ന ഒരു കസ്റ്റമറുടെ ഡാറ്റ ഒന്ന് തരണം. അങ്ങനെയുള്ള ഓരോ കാര്യത്തിനും നമുക്ക് എന്തൊരു ഡിസ്കൗണ്ടും എന്ത് കാര്യങ്ങളും നമ്മൾ കൊടുക്കുമ്പോൾ നമുക്ക് തിരിച്ച് എന്തെങ്കിലുമൊക്കെ കിട്ടുന്നുണ്ട്. ചെറിയ കാര്യങ്ങളായാലും വേണ്ടില്ല, നമുക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടുന്നുണ്ട് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഉറപ്പ് വരുത്തണം. അവരെപ്പോഴും പ്രൈസ് കുറച്ച് ചോദിക്കുമ്പോൾ എങ്കിൽ നമുക്ക് ഈ കോൺട്രാക്ട് 2 വർഷത്തേക്കൊന്ന് ലോക്ക് ചെയ്യാൻ പറ്റുമോ, അങ്ങനെയാണെങ്കിൽ എനിക്കൊരു 10% അഡീഷണൽ തരാൻ പറ്റും, അല്ലെങ്കിൽ നിങ്ങൾ വഴി ഒരു 5 ഓർഡർ നിങ്ങൾക്ക് തരാൻ പറ്റുമോ, അല്ലെങ്കിൽ നിങ്ങളുടെ മറ്റേ ഓർഡർ അവരെ കൊടുക്കുന്നത് അതൊന്ന് നമുക്ക് ഉണ്ടാക്കി തരാൻ പറ്റുമോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു പേയ്മെന്റ് ഒരു 30 days നേരത്തെ തരാൻ പറ്റുമോ. ഇങ്ങനെ നമ്മളൊരു ഡിസ്കൗണ്ടിങ് ചെയ്യുന്ന സമയത്തും നമുക്ക് എന്തെങ്കിലും ഇങ്ങോട്ട് കിട്ടുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ഒരിക്കലും നമ്മൾ ഫ്രീ ആയിട്ട് ഒരു കാര്യവും നമ്മൾ ഓഫർ ചെയ്യാൻ പാടില്ല. പിന്നെ എപ്പോഴും ഓർത്ത് വെക്കേണ്ട ഒരു സാധനം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഒരു ഫ്ലാറ്റ് മേടിക്കണം, 5 million ഡീലാണ്. ഈ 5 million ഡീൽ നടത്തുമ്പോൾ നിങ്ങൾക്ക് ഒരു 1 ദിർഹം എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു 1 ദിർഹം ഡിസ്കൗണ്ട്, 5 million ആൻഡ് 1 ദിർഹം ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ 1 ദിർഹം ഡിസ്കൗണ്ട് കൊടുക്കും. അതേസമയം 5 ദിർഹത്തിന്റെ ഒരു സാധനമാണ് നിങ്ങൾ വിൽക്കുന്നതെങ്കിൽ അവിടെ എന്ത് ചെയ്യുന്നില്ല, ആ 1 ദിർഹം എന്ത് ചെയ്യുന്നില്ല, നമ്മൾ ഡിസ്കൗണ്ട് ചെയ്യാൻ മടിക്കും. എന്താ വെച്ചാൽ അവിടെ വാല്യൂ കുറവാണ്. പക്ഷെ അതേസമയം ഈ 1 ദിർഹത്തിന്റെ വാല്യൂ, ആ വാല്യൂ ഓഫ് 1 ദിർഹം എന്താണ്, 5 million ആകുമ്പോഴും എന്താണോ 1 ദിർഹത്തിന്റെ വാല്യൂ, അത് തന്നെയാണ് 5 ദിർഹം ആകുമ്പോഴും 1 ദിർഹത്തിന്റെ വാല്യൂ. ആ വാല്യൂ മാറുന്നില്ല. അപ്പൊ നമ്മൾ 1 ദിർഹം ആണെങ്കിൽ പോലും അതിനൊരു വാല്യൂ ഉണ്ട്. അതിന്റെ വാല്യൂ എപ്പോഴും ഏത് ഡീലിലും അത് എന്താ പറയാ ഇമ്പോർട്ടന്റ് ആണ് എന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ 1 ദിർഹം ആണെങ്കിലും അത് ഡിസ്കൗണ്ട് ചെയ്യുന്നതിന്റെ മുന്നേ നമ്മൾ നന്നായിട്ട് ആലോചിച്ച് പ്രിപ്പയർ ആയിട്ട് തന്നെ ചെയ്യേണ്ട കേസാണ്. 1 ദിർഹം വാല്യൂ ഓഫ് 1 ദിർഹം ഈസ് ഓൾവേസ് 1 ദിർഹം. 1 ദിർഹം ആണെങ്കിൽ പോലും നമ്മൾ എന്ത് ചെയ്യരുത്, അത് വിട്ടുകൊടുക്കാനുള്ള ഒരു മൈൻഡ് സെറ്റ് ആയിരിക്കരുത് നമ്മൾ എത്തേണ്ടത്. അതിന് പകരം അവർക്ക് എന്താണോ എക്സ്ട്രാ വേണ്ടത്, എപ്പോഴും പ്രൈസിനെ കുറിച്ച് സംസാരിക്കുന്നതിന് പകരം നിങ്ങൾക്ക് ഡെലിവറി ആണോ പെട്ടെന്ന് വേണ്ടത്, നിങ്ങൾക്ക് ക്രെഡിറ്റ് ടൈം ആണോ പെട്ടെന്ന് വേണ്ടത്, നിങ്ങൾക്ക് നമ്മുടെ അസിസ്റ്റൻസ് ആണോ വേണ്ടത്, നമ്മുടെ കൺസൾട്ടൻസി ആണോ വേണ്ടത്, നമ്മൾ 10 സപ്ലയർ തരണോ, എന്താണ് എന്ന് നോക്കിയിട്ട് എന്താണ് അതിന്റെ ചുറ്റും ചോദിച്ചിട്ടായിരിക്കണം നമ്മൾ പ്രൈസിലേക്ക് വരേണ്ടത്. ഇപ്പോൾ നമ്മളൊരു 100 ദിർഹം പറഞ്ഞു, കസ്റ്റമർ 80 ചോദിക്കുന്നതാണെങ്കിൽ 80 കിട്ടുന്നുണ്ട് എന്ന് പറയുകയാണെങ്കിൽ അവര് ഡെലിവറി എങ്ങനെയാണ് തരുന്നത്, അവരുടെ പേയ്മെന്റ് ടൈം എങ്ങനെയാണ്, അവരുടെ ആഫ്റ്റർ സെയിൽ സർവീസ് എങ്ങനെ, ഇങ്ങനെ കുറേ കാര്യങ്ങൾ ചോദിച്ചു ഇതിലൊക്കെ നമുക്കൊരു ലൂപ്പ് ഹോൾ കിട്ടുമോ നോക്കിയിട്ട് ലാസ്റ്റിലായിരിക്കണം നമ്മൾ പ്രൈസ് കുറക്കുക എന്നുള്ള ഒരു സ്ഥലത്തേക്ക് എത്തേണ്ടത്. അതല്ലാതെ ആദ്യം തന്നെ പ്രൈസ് കുറക്കുക എന്നുള്ള ഒരു എന്താ പറയുക ഒരു ഇതിലേക്ക് എത്താൻ പാടില്ല. പിന്നെ എപ്പോഴും നമ്മൾ ഒരു നെഗോഷിയേഷൻ ക്ലോസ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും നന്നായിട്ട് ക്ലോസ് ചെയ്യാൻ നോക്കുക. ലാസ്റ്റ് മൊമെന്റിൽ നമുക്ക് എന്തെങ്കിലും ഒന്ന് ചോദിക്കാൻ പറ്റും. നമ്മൾ ഡീലൊക്കെ അംഗീകരിച്ച് എല്ലാവരും സംബന്ധിച്ച് നമ്മളൊരു പിരിയാൻ നിൽക്കുന്ന സമയത്ത് നിങ്ങൾ നമ്മുടെ ഫാക്ടറി വന്നിട്ട് സാധനം എടുക്കുമല്ലോ അല്ലേ, എങ്ങനെ നിങ്ങൾ നമ്മുടെ ഫാക്ടറി വന്നിട്ട് സാധനം എടുക്കുമല്ലോ അല്ലേ, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ എന്ത് ചെയ്യും, ഇവരപ്പോൾ പെട്ടെന്ന് അവരവിടെ ഒരു നോ പറയില്ല. എന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് നമ്മൾ 99% എല്ലാം കഴിഞ്ഞ സമയത്താണ് ഇനിയൊരു നോ പോയിട്ട് ഒരു വേറൊരു ഡിസ്കഷനിലേക്ക് പോകാൻ ആർക്കും താല്പര്യം ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, അതാണ്ട് അംഗീകരിക്കുക, അത് തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തേക്ക്, നമ്മൾ ഡെലിവറി ഇങ്ങോട്ട് പോകുന്നുണ്ട് അതിന്റെ കൂടെ അയച്ചേക്കാം എന്നൊക്കെ പറഞ്ഞിട്ട്, അല്ലെങ്കിൽ അങ്ങനെ ഒരു സാധനത്തിലേക്ക്. അപ്പൊ എന്തെങ്കിലും ചെറിയ സാധനം നമുക്ക് ഗുണപ്രദമാവുന്ന സാധനം നമ്മൾ എന്ത് ചെയ്യണം, എൻഡിൽ വെക്കണം. എന്നിട്ട് ആ സമയത്ത് ചോദിച്ചാൽ നമുക്കത് കിട്ടാനുള്ള ചാൻസസ് കൂടുതലാണ്. പിന്നെ രണ്ടാമതെന്ന് വെച്ചിട്ട് നമ്മളെപ്പോഴും സാധനങ്ങൾ ഒരു ഡോക്യുമെന്റ് ഒരു ഡയറിയിലൊക്കെ നോട്ട് ചെയ്തിട്ട് ഞാൻ മിനിറ്റ്സ് അന്ന് രാത്രി അയക്കട്ടാ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മളായിരിക്കണം മിനിറ്റ്സ്. ഇത് ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ആ മീറ്റിംഗിന്റെ മിനിറ്റ്സ് എന്ന് പറയുന്നത് നമ്മളായിരിക്കണം അയക്കേണ്ടത്. നമ്മൾ അയക്കുമ്പോൾ എന്താണ്, ഈ ഒരു മീറ്റിംഗിൽ സംസാരിച്ചതൊന്നും ഒരു 2 മണിക്കൂർ ശേഷം ആരും ഓർക്കാനൊന്നും പോകുന്നില്ല. ചില കാര്യങ്ങൾ ഓർക്കുമ്പോൾ എന്നാൽ അത് ഡീറ്റെയിൽഡ് ആയിട്ടുണ്ടാവില്ല. അപ്പൊ അവിടെ നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് ഫേവറബിൾ ആവുന്ന രീതിയിൽ നമുക്ക് അതിനെ ഡോക്യുമെന്റ് ചെയ്യാൻ പറ്റും. മനസ്സിലായല്ലോ. നമുക്ക് ചെറിയൊരു മാനിപ്പുലേഷൻ, ചെറിയൊരു ഡോക്യുമെന്റേഷനിൽ ഫേവർ ആവുന്ന രീതിയിൽ നമ്മൾ മെയിൽ അയക്കുന്നു. പിന്നെ എന്ത് ചെയ്യുന്നുണ്ടാവില്ല, വല്ലാതുള്ള ഒരു ഡിസ്കഷൻസ് അവിടെ നടക്കില്ല. അപ്പൊ നമുക്കൊരു അഡ്വാൻറ്റേജ് അവിടെ കിട്ടും. അപ്പൊ എപ്പോഴും മിനിറ്റ്സ് അയക്കുന്നത്, എപ്പോഴും അതിന്റെ ഒരു പവർ കിട്ടാൻ പറ്റുന്നതൊക്കെ നമ്മുടെ കയ്യിലായിട്ടുണ്ടെങ്കിൽ ഇതായിരിക്കും. അതുപോലെ തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, മീറ്റിംഗ് പ്ലേസ് എവിടെയെന്നുള്ളത്, ആ മീറ്റിംഗിൽ നമ്മൾ എടുക്കുന്ന നിലപാടുകൾ, നമ്മുടെ ബോഡി ലാംഗ്വേജ് ഒക്കെ നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. ഇപ്പൊ ഒരു 10 റൂളും കൂടെ പറഞ്ഞിട്ട് നമുക്ക് ഒരു 5 മിനിറ്റ് ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് പിരിയാം. ഒന്നെന്ന് പറയുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചാൽ, നമുക്ക് ഇതിന് ഈ ഡീൽ കിട്ടിയില്ലെങ്കിൽ നമുക്ക് വേറെ ആൾട്ടർനേറ്റീവ് ഉണ്ടോ, നമ്മുടെ സിറ്റുവേഷൻ എന്താണ്, ഹൗ ക്രൂഷ്യൽ എന്നുള്ളത് നമ്മുടെ ഒരു പാർട്ട്ണർ നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ കസ്റ്റമറുടെ സൈഡിലും അവർക്ക് നമ്മളല്ലാതെ വേറെ ചോയ്സ് ഉണ്ടോ, ഇതിനെക്കാട്ടും നല്ലൊരു സപ്പോർട്ട് കിട്ടുന്നതുണ്ടോ, അവർക്ക് ഇതിനെക്കാട്ടും നല്ലൊരു ഡീൽ കിട്ടാനുള്ള ഒരു ചാൻസ് ഉണ്ടോ, അതിൽ അവർ
ബാഡ്ലി അവർക്ക് ഈ സാധനം കിട്ടേണ്ട സിറ്റുവേഷൻ ആണോ, ഇത് അവരുടെ ഒരു വാക്ക് അവേ സിറ്റുവേഷൻ ആണോ എന്നൊക്കെ ഉള്ളത് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. രണ്ടാമത് നേരത്തെ സൂചിപ്പിച്ച പോലെ നമ്മൾ എന്താ പറയുക, കൂടുതൽ സംസാരിക്കുന്നതിന് പകരം കൂടുതൽ ചോദിക്കുക എന്നുള്ളതാണ്. അതുപോലെ ലിസൺ ചെയ്യുക, അവർ പറയുന്നതിൻ്റെ ഓരോ വാക്കും ഒപ്പിയെടുത്തിട്ട് അത് അവർക്ക് എന്നെതിരെ ഉപയോഗിക്കാൻ പറ്റുന്ന, അവരുടെ വീക്ക്നെസ് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ കാര്യങ്ങളെ ലിസൺ ചെയ്യുക. നമ്മൾ 20% മാത്രമേ സംസാരിക്കാൻ പറ്റുള്ളൂ. എല്ലാത്തിനും കയറി ചാടി മറുപടി പറയണമെന്നല്ലേ. അപ്പോൾ ചില സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഒരു സൈലൻസ് എടുക്കാം. അപ്പൊ ഒരു സൈലൻസ് കുറച്ച് നേരം നിൽക്കുമ്പോൾ ചിലപ്പോൾ അവരെന്നെ ഇങ്ങോട്ട് സംസാരിച്ചോളും. അതുപോലെ തന്നെ നമ്മളെ ഇമോഷൻസും മറ്റുള്ള കാര്യങ്ങൾ നമ്മൾ കാമായിട്ട് ചിരിച്ചുകൊണ്ടായിട്ടായിരിക്കണം നമ്മൾ ഇത് ചെയ്യേണ്ടത്. പിന്നെ എന്ത് നമ്മൾ ഡിസ്കൗണ്ട് ചെയ്യുമ്പോഴും എന്തെങ്കിലും ചെറിയ കാര്യം അവർ ഇങ്ങോട്ട് തരുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തണം. പ്രൈസിൽ മാത്രമായിരിക്കണം ഡിസ്കൗണ്ട് ചെയ്യുന്നത്. നമ്മളൊരു ടോട്ടൽ സർവീസ്, നമ്മളൊരു ടോട്ടൽ വാല്യൂവിനായിരിക്കണം നമ്മൾ പ്രൊജക്ട് ചെയ്യേണ്ടത്. അവർ ആ ഡീല്, ആ കമ്പനി നമ്മളുടെ കമ്പനിയുമായിട്ട് യോജിച്ചാൽ അവർക്ക് ഉണ്ടാകുന്ന സ്വപ്ന ലോകത്തെ കുറിച്ചിട്ടാണ് സംസാരിക്കേണ്ടത്. നമ്മൾ ഗ്രോ ചെയ്യുമ്പോൾ നമ്മൾ വിഷനിൽ നമ്മൾ 2030 വല്ലൊരു യൂണിക്കോൺ ആയിട്ട് മാറുമ്പോൾ അവരും നമ്മളും തമ്മിലുള്ള ബന്ധം എന്താണെന്നും ഇതുകൊണ്ട് അവർക്ക് കിട്ടാൻ പോകുന്ന സൗഭാഗ്യത്തെ കുറിച്ചിട്ടായിരിക്കണം സംസാരിക്കേണ്ടത്. പിന്നെ എപ്പോഴും റൈറ്റിങ്ങിൽ ചെയ്യുക. ഒരു മീറ്റിംഗോ ഒരു നെഗോഷിയേഷനോ കഴിഞ്ഞാൽ അത് റൈറ്റ് ചെയ്യുക, അതിനെ ഡോക്യുമെന്റ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ ഭയങ്കര ഹാർഡ് നെഗോഷിയേറ്റ് ചെയ്ത് ആ ബന്ധം അലമ്പാക്കാതെ നമ്മൾ ഒരു അവരുടെ അവസ്ഥയും കൂടെ മനസ്സിലാക്കി, അവരുടെ ഒരു സിറ്റുവേഷൻ കൂടെ മനസ്സിലാക്കി, ഒരു മാനുഷിക പരിഗണനയും കൂടെ കൊടുത്തിട്ട് ആ റിലേഷൻഷിപ്പിനും കൂടെ മുൻതൂക്കം കൊടുത്തിട്ടായിരിക്കണം നെഗോഷിയേറ്റ് ചെയ്യേണ്ടത്. പിന്നെ നമ്മൾ നമ്മുടെ പറഞ്ഞൊരു പ്രൈസിന് ഇതിനെതിരെ എന്ത് ചെയ്യരുത്, നെഗോഷിയേറ്റ് ചെയ്യരുത്. അപ്പൊ ആദ്യം സൂചിപ്പിച്ച പോലെ നമുക്ക് എപ്പോഴും ജീവിതത്തിൽ നമുക്ക് അർഹിക്കുന്ന കാര്യങ്ങൾ നമുക്ക് കിട്ടില്ല, നമുക്ക് നെഗോഷിയേറ്റ് ചെയ്തതായിരിക്കും നമ്മൾ കിട്ടുക. ഓക്കെ, താങ്ക് യു. ഇനി നിങ്ങളുടെ ഒരു ഫീഡ്ബാക്കും കൂടെ